സ്തോത്രത്തോടുകൂടെ അടുത്ത് വരാൻ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ്. പ്രത്യേകിച്ച് 2018 പ്രളയമൊക്കെ വളരെ ബാധിച്ചത് റാന്നിയെയാണ്. കൂടുതൽ കേരളത്തിലെ ഏറ്റവും അധികം ബാധിച്ച പട്ടണം റാന്നിയാണ്. അപ്പോൾ നമ്മൾ സ്തോത്രത്തോട് വരും. നമുക്കൊരു എളുപ്പമാർഗ്ഗമാണ്. കർത്താവേ കോടാനുകോടി സ്തോത്രം, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ആയിരം നന്ദി, 1000 ഹിന്ദുക്കളാണെങ്കിൽ അങ്ങനല്ല. ഹിന്ദുക്കളാണെങ്കിൽ കോടി അർച്ചന കേട്ടിട്ടുണ്ടോ? കോടി അർച്ചന, ലക്ഷാർച്ചന, കോടി അർച്ചന, കോടി പ്രാവശ്യം അർച്ചന ചെയ്യുന്നതിനാണ് കോടി അർച്ചന. നമ്മൾ 1 കോടി സ്തോത്രം എന്ന് പറയുന്ന പോലല്ല, 1 കോടി പ്രാവശ്യം അവർ അർച്ചന ചെയ്യും. അതുകൊണ്ട് ദൈവസേനയിൽ കുറേ കൂടെ നന്ദിയുള്ളവരായി സ്തോത്രത്തോടെ അടുത്ത് വരാൻ നമുക്ക് സാധിക്കണം. ഞാൻ എവിടെ പോയാലും ആദ്യം പ്രസംഗിക്കുന്നത് ക്രിസ്തു സംഭവത്തെക്കുറിച്ചാണ്. ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി, എങ്ങനെ നമ്മൾ ക്രിസ്ത്യാനികളായി ജീവിക്കണം എന്നതിന് കർത്താവ് കാണിച്ചെന്നൊരു മാതൃകയാണ് എവിടെ പോയാലും ഞാൻ ആദ്യം പങ്കുവെക്കാറുള്ളത്. നമുക്കതിനാധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാം. 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. ക്രിസ്തു സംഭവം, ക്രൈസ്റ്റ് ഇവൻ്റ് എന്താണ്, ക്രിസ്തുമസ് എന്താണെന്ന് വിശുദ്ധ യോഹന്നാൻ പറയുന്ന വേദഭാഗമാണ് 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അതിലെ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. വചനം ജഡമായി തീർന്നതാണ് ക്രിസ്മസ്. ആദ്യം നമ്മൾ വായിക്കുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, ആ വചനമാണ് എല്ലാം നമുക്കറിയാം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഓം ശബ്ദമായിരുന്ന വചനം. നിങ്ങൾ അമ്പലപ്പുഴക്കൊക്കെ യാത്ര ചെയ്യാണ് ഇപ്പോഴും കേൾക്കാം ഓം ഓം എന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഓംകാരം മുഴങ്ങുന്ന അത് ദൈവമായിട്ട് അംഗീകരിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ ആ ശബ്ദമായിരുന്ന വചനം ഒരു വ്യക്തിയായി വന്നിരിക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. വചനം ജഡമായി തീർന്നു. മറ്റ് സുവിശേഷകന്മാർ വളരെ ലളിതമായി ക്രിസ്മസിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഔഗസ്തോസ് കൈസറുടെ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്നൊരു കൽപ്പനയുണ്ടായി. ജോസഫ് തൻ വിവാഹം നിശ്ചയിച്ചിരുന്ന ഗർഭിണിയായ മറിയയും കൂട്ടി പേര് ചാർത്താൻ പുറപ്പെട്ടു. യാത്രാമധ്യേ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ മകനെ പ്രസവിച്ച് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടി കിടത്തി എന്നൊക്കെ വളരെ ലളിതമായി ക്രിസ്മസിനെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ പറയണം ഇതൊന്നുമല്ല ക്രിസ്മസ്. പിന്നെന്താണ് ക്രിസ്മസ്? വചനം ജഡമായതാണ് ക്രിസ്മസ്. വചനമെന്ന് പറഞ്ഞാൽ ലോഗോസ്. ലോഗോസിൻ്റെ അർത്ഥം മൈൻഡ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ മനസാക്ഷി. ദൈവത്തിൻ്റെ മനസാക്ഷി ജഡം ധരിച്ചതാണ് ക്രിസ്മസ്. വല്ല മനസ്സിലായോ? അല്ല മനസ്സിലായോ? ഇതാണ് നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ ഒരു ഗുണമാണ്. മനസ്സിലായില്ലെങ്കിലും മനസ്സിലായെന്നും പറഞ്ഞിരിക്കും. നമുക്കൊരു സംശയവും ഇല്ല. ഈ 4 സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ തന്നെ കടിച്ചാൽ പൊട്ടാത്ത ഭാഷയാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. മറ്റൊരു വളരെ ലളിതമായി പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ യോഹന്നാൻ ഉപയോഗിക്കുന്നത് വലിയ കട്ടിയുള്ള പദം. എന്തിനാണെന്നറിയാമോ? ഇത് ഗ്രീക്കുകാർക്ക് വേണ്ടി എഴുതിയ സുവിശേഷമാണ്. ഗ്രീക്കുകാർ പല കാര്യങ്ങളും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. ഫിലോസഫി, അരിസ്റ്റോട്ടലും സോക്രട്ടീസും പ്ലേറ്റോയൊക്കെ ഗ്രീക്കുകാരാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്താണെങ്കിൽ ആധുനിക ഡെമോക്രസിയുടെ കളിത്തൊട്ടിലെന്നറിയപ്പെടുന്ന ഗ്രീസിലെ ഗ്രാമസഭകളാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കായിക രംഗത്താണെങ്കിൽ ഒളിമ്പിക്സ് ആരംഭിച്ചത് അവിടാണ്. അങ്ങനെ പല കാര്യങ്ങളിൽ ഈ സാഹിത്യരംഗത്താണെങ്കിൽ ഗ്രീക്ക് ഭാഷയുടെ ദുരന്ത നാടകങ്ങളാണ് ലോകത്തിലെ ഏറ്റവും നല്ല സാഹിത്യ സൃഷ്ടികൾ. അങ്ങനെയൊക്കെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നൽകാൻ വേണ്ടി യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഇത് വായിച്ച ഗ്രീക്കുകാരെല്ലാവരും ക്രിസ്ത്യാനികളായി. അതുകൊണ്ട് ഈ സുവിശേഷത്തിന് അവരുടെ ഒരു നിലവാരമുണ്ട്, അവരുടെ ഒരു സ്റ്റാൻഡേർഡുണ്ട്. ഈ സുവിശേഷത്തിന് ഭാരതത്തിലൊരു സാങ്കത്യമുണ്ട്. ഭാരതം ഇങ്ങനെ പല കാര്യങ്ങളും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഏത് കാര്യത്തിലാണ്? പോസിറ്റീവാണ്. നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങളല്ല. നമ്മൾ സംസ്കാരം അല്ലേ? എന്താ ഭാരതത്തിൻ്റെ സംസ്കാരം? ആർഷഭാരത സംസ്കാരം കേട്ടില്ലേ? ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്നാ? ആർഷഭാരത സംസ്കാരം എന്ന് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേൾക്കാൻ പോവാണ്. 24-ലെ പൊതു തിരഞ്ഞെടുപ്പ് വിളിച്ച് പറയും ആർഷഭാരത സംസ്കാരത്തിൻ്റെ കാവൽ ശില്പിയായി ഇന്നാർ വോട്ട് ചെയ്യുക. എല്ലാവരും പറയും. LDFും പറയും, UDFും പറയും, NDAയും പറയും, സ്വതന്ത്രനും പറയും, എല്ലാവരും പറയും ഞങ്ങൾ ആർഷഭാരത സംസ്കാരത്തിൻ്റെ കാവൽ ശില്പിയാണ്. എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവനും അറിയത്തില്ല, നിൽക്കുന്നവനും അറിയത്തില്ല. വോട്ട് ചെയ്യുന്ന നമുക്ക് ആർക്കെങ്കിലും വോട്ട് ചെയ്യും. ആർഷഭാരത സംസ്കാരം എന്താണ്? ആർഷഭാരത സംസ്കാരമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുന്നതാണ് സംസ്കാരം. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക്. അതുകൊണ്ട് ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പാടി തമസോ മാ ജ്യോതിർഗമയ അസതോ മാ സദ്ഗമയ
മൃത്യോർമ അമൃതം ഗമ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണം, ഞങ്ങളെ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണം, ഞങ്ങളെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് നയിക്കണം. അതായത് ഞാൻ പറഞ്ഞൊരു സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു വിടുതലാണ്, മാറ്റമാണ്. ഞങ്ങൾ ഇരുട്ടിൽ വസിക്കുന്നവരാണെന്നും അസത്യത്തിൽ ജീവിക്കുന്നവരാണെന്നും മരണത്തിന് അടിമകളാണെന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപേ കണ്ടുപിടിച്ചവരാണ് ഭാരതീയർ. മാത്രമല്ല, കണ്ടുപിടിച്ചാൽ പോരാ, ഞങ്ങൾക്കൊരു മോചനം വേണം, പ്രഭു ഞങ്ങളെ മോചിപ്പിക്കണമേ. അപ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ മറുപടിയായി ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് വെളിച്ചമെന്ന് അളിച്ചതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അതാണ് സുവിശേഷം. ഐ ആം സേയിങ്സ് ഓഫ് ജീസസ് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. പക്ഷേ ഈ സുവിശേഷം ഭാരതീയരുമായി പങ്കുവെക്കുവാൻ ക്രൈസ്തവ സഭ പരാജയപ്പെട്ടുപോയി. അതുകൊണ്ടാണ് ഇപ്പോഴും 2% 3 കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പടവലങ്ങ പോലാണ് കീപ്പോട്ട് വളരുന്നൊരു ഗ്രൂപ്പായി തീർന്നിരിക്കുകയാണ്. ലോകത്തിൽ ആദ്യം സഭയുണ്ടായൊരു നാടാണ് കേരളം. ഇംഗ്ലണ്ടിൽ സഭയുണ്ടാകുന്നതിന് മുൻപ് സഭയുണ്ടായ നാടാണ് കേരളം. പണ്ട് നമ്മുടെ സാധു സുന്ദർ സിംഗ് മാരാമൺ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നിരുന്നു. സാധു 1929 തോന്നുന്നു. അന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഭാരതത്തെ ഒരു മനുഷ്യനായിട്ട് കരുതുക അല്ലേ. ഭാരതത്തിനൊരു മനുഷ്യൻ്റെ രൂപമുണ്ട്, കാശ്മീർ തലക്കെട്ട് തല, അങ്ങനെയാണ് കേരളം കാലാണ് അല്ലേ. അദ്ദേഹം പറയുകയാണ്, ഭാരതത്തെ ഒരു മനുഷ്യനായിട്ട് കരുതുകയാണെങ്കിൽ കാലാകുന്ന കേരളത്തിന് മന്ത് പിടിച്ചിരിക്കുകയാണ്. കാരണം ആകെപ്പാടെ കുറേ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഉള്ളതെല്ലാം കൂടെ ഇവിടെ കിടക്കണം, മന്തുകാലം വെച്ചുകൊണ്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണെന്നാണ് പറഞ്ഞ്. ഈ സുവിശേഷം പങ്കുവെക്കണം, അതിൽ സഭ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ സുവിശേഷത്തിന് ഭാരതത്തിലൊരു സാങ്കത്യമാണ്. ഞാൻ കുവൈറ്റിൽ വികാരിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും ഞാനും എൻ്റെ ഭാര്യയും അന്ന് കൊച്ചു കുട്ടികളാണ്. ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വണ്ടിക്ക് കേടുപറ്റിയിട്ട് ആ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് വേറൊരു വണ്ടി സംഘടിപ്പിക്കാൻ അബ്ബാസിയായിക്ക് പോകണം. വേറൊരു കാറ് സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നടന്നു പോവാണ്. ഞാൻ കുപ്പായൊക്കെ ഇട്ടിട്ടുണ്ട്. നടന്നു പോയപ്പോൾ ഒരു പുതിയ ജീപ്പ് വന്ന് എൻ്റെ അടുത്ത് ചവിട്ടി നിർത്തി. ഞാൻ നോക്കിയപ്പോൾ സുമുഖനായ ഒരു കുവൈറ്റി യുവാവാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫാദർ എവിടെ പോവാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അബ്ബാസിയായി പോവാണ്. ഇംഗ്ലീഷിൽ അദ്ദേഹം ചോദിച്ചു, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഫാദർ വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞു. ഞാൻ വളരെ സംശയത്തോടെ നോക്കി. കാരണം കുവൈറ്റ് യുവാക്കൾ ഇന്ത്യക്കാരെ ബഹുമാനിക്കത്തില്ല, പ്രത്യേകിച്ച് കുപ്പായം ഇട്ടിട്ടുണ്ട്. ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് സംശയത്തോടെ നോക്കിയപ്പോൾ അദ്ദേഹം നല്ല ആജ്ഞാസ്വരത്തിൽ ഫാദർ ജീപ്പിലോട്ട് കയറാൻ പറഞ്ഞു. അവൻ്റെ ആജ്ഞാശക്തിയോട് ഞാൻ കയറുന്ന എൻ്റെ ഭാര്യയും പിള്ളേരും പുറകെ കയറി. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു, വെച്ചാൽ ഫാദർ എൻ്റെ പേര് ഖാലിദ് എന്നാണ്, എനിക്ക് 27 വയസ്സുണ്ട്, ഞാൻ അമേരിക്കയിൽ നിന്ന് പഠിച്ചേച്ച് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അമേരിക്ക പഠിക്കാൻ പോയി പഠിച്ചുകൊണ്ടിരിക്കും, എനിക്ക് ബൈബിളിൻ്റെ കുറേ പോർഷൻസൊക്കെ പഠിക്കേണ്ടി വന്നു, എനിക്കതങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, ഇപ്പം ഞാൻ വായിക്കാൻ ശ്രമിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷമാണ്, വായിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല, ഫാദറിൻ്റെ വല്ല ഇംഗ്ലീഷ് പുസ്തകം വല്ലതുകൊണ്ട് എനിക്ക് തരാമോ എന്നോട് ചോദിക്കുകയാണ്. ആത്മാർത്ഥം എന്നുള്ള ചോദ്യമാണ്, വായിച്ചിട്ടൊന്നും പിടികിട്ടുന്നത്. അത്ര ആഴത്തിൽ എഴുതിയേക്കുന്നൊരു സുവിശേഷമാണ്. എന്താണ് ക്രിസ്മസ്? വചനം ജഡമായതാണ് ക്രിസ്മസ്. അപ്പോൾ എന്തിനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ജെയിംസ് ഇർവിൻ എന്ന ശാസ്ത്രജ്ഞൻ മാരാമണ് പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം സുവിശേഷകനുമായിരുന്നു. 1970-കളിൽ അദ്ദേഹം മാരാമണ് പ്രസംഗിക്കാൻ വന്ന് ഞാനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ അദ്ദേഹം ചന്ദ്രനിൽ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ചന്ദ്രനിലൊക്കെ പോയിട്ടുള്ള ആളിനെ അടുത്ത് കാണാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേജിൻ്റെ മുന്നിലൊക്കെ പോയിരുന്നത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന കല്ലും മണ്ണും ഒക്കെ ഉയർത്തി കാണിച്ചു. അതൊക്കെ കാണാൻ ഞങ്ങളെ ഇങ്ങനെ അടുത്ത് നിർത്തി കാണിച്ചു. അദ്ദേഹം പ്രസംഗ മധ്യത്തിൽ പറഞ്ഞു, അദ്ദേഹം ചന്ദ്രനിൽ നിന്ന് തിരിച്ച് ഭൂമിയിൽ വന്നപ്പോൾ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു, ചന്ദ്രനിൽ നിന്നപ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നിയത്? ആ ചോദ്യം ചോദിക്കാനൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് മുമ്പ് ചന്ദ്രനിൽ പോയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരികൾ തിരിച്ച് വന്നുടനെ പറഞ്ഞെന്താണെന്നറിയാം. ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറയുകയാണ്, ഞങ്ങൾ അവിടെ ചെന്ന് നോക്കി, അവിടെ ഞങ്ങൾ ദൈവത്തെ കണ്ടില്ല. എൻ്റെ റഷ്യക്കാർ ദൈവവിശ്വാസികളല്ല, നിരീശ്വരവാദികൾ റഷ്യക്കാർ പറയുകയാണ്, ഞങ്ങൾ അവിടെ ചെന്ന് നോക്കി, അവിടെ ഞങ്ങൾ ദൈവത്തെ കണ്ടില്ല. എന്നാൽ ഈശ്വര വിശ്വാസം അങ്ങേക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹം പറഞ്ഞു, ചന്ദ്രനിൽ ചെന്ന് നിന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ചന്ദ്രനിൽ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കി, ഭൂമി ഇങ്ങനെ നീല നിറത്തി വെട്ടിത്തിളങ്ങുകയാണ്. ഞാൻ ജനിച്ച ഗ്രഹത്തിൽ നിന്ന് മാറി അന്യഗ്രഹത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ജന്മഗ്രഹം കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എനിക്ക് അന്നേരം തോന്നി എന്താണെന്നറിയാമോ? ഞാൻ ചന്ദ്രനിൽ പോയതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സൗരയൂഥം ഉണ്ടാക്കിയ ദൈവം തമ്പുരാൻ ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ പോയതിനേക്കാൾ വലിയ കാര്യമാണ് ദൈവം തമ്പുരാൻ ഒരു മനുഷ്യനായി. അതാണ് വേദപുസ്തകത്തിൻ്റെ സെൻട്രൽ മെസ്സേജ്. എന്താണ് വേദപുസ്തകത്തിൻ്റെ സെൻട്രൽ മെസ്സേജ്? ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ കേന്ദ്ര സന്ദേശം. അടുത്ത ചോദ്യമാണ് കുഴപ്പം, എന്തിനാണ് ദൈവം മനുഷ്യനായത്? എന്തിനാണ് ദൈവം മനുഷ്യനായത്? നമ്മളെ ആരെയും ദൈവങ്ങളാക്കാനല്ല,
കേരളത്തിൽ മനുഷ്യരെക്കാട്ടി കൂടുതൽ ദൈവങ്ങളാണ്. അല്ലെ, ആൾ ദൈവങ്ങളും അദൈവങ്ങളും 33 കോടി ദൈവങ്ങളും അംഗീകരിച്ചവരുണ്ട്. ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ദൈവങ്ങളാണ്. നമ്മളെ ആരെയും ദൈവങ്ങളാക്കാനല്ല, ദൈവം മനുഷ്യനായി നമ്മളെ മനുഷ്യരാക്കാനാണ്. അപ്പോൾ ഞാനൊരു കടുത്ത ചോദ്യം ഇങ്ങനെ എക്യുമെനിക്കൽ ഫെലോഷിപ്പുകാരോട് ചോദിക്കും, നിങ്ങളൊക്കെ മനുഷ്യരാണോ? കള്ള് കുടിക്കുമോ, കഞ്ഞി കുടിക്കുമോ, കപ്പ തിന്നുമോ, കള്ളം പറയുമെന്നല്ല ഞാൻ ചോദിച്ചത്. യേശു ആയതുള്ളൊരു മനുഷ്യനായി തീരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നത് നമ്മളെ മനുഷ്യരാക്കാനാണ്. അതിനാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്. അതിനാണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളാരും ദൈവങ്ങളാകുകയല്ല, നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നതാണ് മാനസാന്തരം. വചനം ജഡമായിത്തീർന്നു. ആയിത്തീരൽ സംഭവിക്കണം നമ്മുടെ ജീവിതത്തിൽ. എന്തായിത്തീരണം? ദൈവത്തെ നിറഞ്ഞ മനുഷ്യരായിത്തീരണം. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മൾ മനുഷ്യരാണോ? അത് മനുഷ്യനായി എന്ന് മാത്രമല്ല, സ്വർഗം വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ ഭൂമിയെ സ്നേഹിക്കണം. നമുക്ക് ചില കപട ആത്മീയതയുണ്ട്. ആത്മീയം കൂടിയാൽ പിന്നെ ഭൂമിയെ സ്നേഹിക്കണ്ടെന്നൊരു, ഇല്ല അക്കരയ്ക്ക് പോകാം, അക്കരയ്ക്ക് പോകണ്ടെന്നല്ല, പക്ഷേ ഇക്കരെ മറന്നൊരു അക്കരയില്ല. ഇക്കരെ മറന്നൊരു അക്കരെ മാത്രം ഇക്കരയിൽ കൂടാണ് അക്കരയ്ക്ക് പോകുന്നത്. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും സ്വർഗം എന്നൊരു വാക്കുണ്ടെങ്കിൽ ആ വാക്യത്തിൽ തന്നെ, അല്ലെങ്കിൽ അടുത്ത വാക്യത്തിലോ ഭൂമിയെന്നുമുണ്ട്, അല്ലേ? എവിടെയെങ്കിലും സ്വർഗം എന്നൊരു വാക്കുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത വാക്യത്തിലോ ആ വാക്യത്തിന് എന്ന് പറഞ്ഞാൽ എന്നാ? സ്വർഗം ഭൂമിയുടെ എതിരല്ല, ഭൂമിയുടെ എക്സ്റ്റൻഷനാണ് സ്വർഗം, അല്ലെ? സ്വർഗത്തിൻ്റെ എക്സ്റ്റൻഷനാണ് ഭൂമി. ഈ ഭൂമിയെ സ്നേഹിക്കാൻ പഠിക്കണം. കർത്താവ് സ്വർഗത്തെ മെടിഞ്ഞ് സ്വർഗത്തിലെ സകല മഹിമകൾ മെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നില്ലേ? ഭൗമികതയെ സ്നേഹിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഭൂമിയെ, ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയെ, ദൈവത്തിൻ്റെ കാല് പതിഞ്ഞായി ഭൂമിയെ സ്നേഹിക്കണം. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ലൗകിക കാര്യങ്ങളെ സ്നേഹിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. യഥാർത്ഥ മനുഷ്യനായി ദൈവത്തിൻ്റെ ഈ ഭൂമി ജീവിക്കണം. അതാ യേശു ക്രിസ്തു കാണിച്ചു തന്നത്. അപ്പോൾ വചനം ജഡമായപ്പോൾ ഒരു ആയിത്തീരൽ സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരൽ സംഭവിക്കണം. അപ്പോൾ യേശു ക്രിസ്തു മനുഷ്യനായപ്പോൾ, ദൈവം മനുഷ്യനായപ്പോൾ ചില പ്രത്യേകതകൾ. ഒന്ന്, വചനം ജഡത്തിൽ ഒതുങ്ങി, അല്ലേ? ദൈവത്വം മനുഷ്യത്വത്തിൽ ഒതുങ്ങി. എന്നാ യേശു ജനിച്ചത്? എക്യുമെനിക്കൽ റാന്നി 1714 വലിയ പള്ളി, ഔഗസ്തോസ് കൈസറുടെ കാലത്ത്, അല്ലേ? അച്ഛൻ വേണേൽ പോയി കണ്ടുപിടിച്ചു. ഔഗസ്തോസ് കൈസറുടെ കാലത്ത്. അതായത് ലോകം അംഗീകരിച്ചിരിക്കുന്നത് യേശുക്രിസ്തു BC 4 ജനിച്ചുവെന്നും, അങ്ങനെയാണെങ്കിൽ മരിച്ചതെന്നായിരിക്കും AD 29. BC 4 ജനിക്കുകയും AD 29 മരിക്കുകയും ചെയ്യുന്നുള്ളതാണ് ചരിത്രം. ഇതൊരു മിത്തൊന്നുമല്ല കേട്ടോ, ഇത് മിഥ്യയല്ല, മിത്തുമല്ല, ഇതൊരു സാഹിത്യ സൃഷ്ടിയല്ല, ഇത് ചരിത്ര സത്യമാണ്. അതുകൊണ്ട് ഇതൊരു മിത്തും മിഥ്യയൊന്നുമല്ല, ഇതൊരു ചരിത്ര സത്യമാണ്. അപ്പോൾ ഈ 33 വർഷങ്ങൾക്കുള്ളിലേക്ക് ദൈവം തമ്പുരാൻ ഒതുങ്ങി. നമുക്ക് ഏറ്റവും ഇല്ലാത്ത ഒന്നാണ് ഈ ഒതുക്കം. നമുക്ക് യഥാർത്ഥ മനുഷ്യരായി ഭൂമിയിൽ എങ്ങനെ ജീവിക്കാം? ഒതുങ്ങുന്നവരായി ജീവിക്കണം. ഒതുങ്ങുന്നവരായെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ഇരിക്കണമെന്നല്ല, ഒരു വിനയം വേണം. ഈ ലോകത്തിൽ നമുക്ക് ഈ സമൂഹത്തിൽ ഏറ്റവും വിനയം ഇല്ലാത്ത ആർക്കാണ്? വെളിയിലോട്ട് മൈക്ക് വെച്ചിട്ടില്ലല്ലോ. പിന്നെ പറയാമല്ലോ, കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഒരു കല്യാണമൊക്കെ നടക്കുമ്പോൾ എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. ഏതായാലും കോവിഡിൻ്റെ കാലത്ത് ഇച്ചിരി മര്യാദ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെയും തുടങ്ങിയേക്കുക. ഒരു പ്ലേറ്റിന് 10,000 രൂപ. ഞണ്ട്, തേള, കൊഞ്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ രാത്രിയിലാണ് കല്യാണം. പുതിയൊരു സോക്കേട് തുടങ്ങിയേക്കാണ്. വൈകിട്ട് കല്യാണം, രാത്രി മുഴുവൻ തിന്നാം. പിന്നെ പാട്ടുണ്ട്, മേളമുണ്ട്. ചെറുക്കനും പെണ്ണും വരുന്നത് JCBയിലാണ്. ഈയിടെ ചെറുക്കനും പെണ്ണ് തലയും കുത്തി താഴെ വീണു. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം പൊങ്ങച്ചങ്ങളാണ്. ഇത്രയും പൊങ്ങച്ചമുള്ള വേറൊരു വർഗ്ഗമുണ്ടോ? ഒതുങ്ങുന്നവരാകുവീൻ, യേശു ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി ജീവിക്കുക. നമ്മളിതൊക്കെ പറയുകയും ചെയ്യും. നമ്മൾ തന്നെ 10 ലക്ഷം രൂപയ്ക്ക് പൂ ഇറക്കി കല്യാണം നടത്തിയവരെ എനിക്കറിയാം. തിരുവല്ലായി 10 ലക്ഷം രൂപയുടെ പൂവ്. അയൽക്കാരൻ പട്ടിണി കിടക്കുകയാണ്. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ 10 ലക്ഷത്തിന് എന്നിട്ട് പറയാം, കത്താൻ എന്താ വരാത്ത കാലമായില്ലേ പ്രിയനെ, തീ കത്തിക്കോ. എവിടെ കത്താൻ? ഒതുക്കമില്ലാത്ത, വിനയമില്ലാത്തവരായി തീർന്നിരിക്കും നമ്മൾ. ഒന്ന് പ്രസംഗിക്കാൻ അറിയാൻ പിന്നെ കടന്നു കൊടുക്കണ്ട. അയ്യോ, അങ്ങനെ 4 പേര് പള്ളിയിലുണ്ട്, അച്ഛനോട് ഇരിക്കാനൊക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന പിന്നെ പറയാൻ വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ട് പ്രാർത്ഥിച്ച് തോപ്പിക്കുക. കഠിന പദങ്ങൾ ഉപയോഗിച്ച്, കർത്താവേ ഞാൻ കഠിന ഭാവിയാന്ന് മറ്റും പറയും. ഘോര ഭാവിയാണ് ഞാൻ. ഒട്ടും ഒതുക്കമില്ലാത്ത, ഒതുങ്ങുന്നവരാകുവീൻ, വിനയമുള്ളവരാകുവീൻ. ഞാനൊരിക്കൽ
സൈപ്രസിലൊരു മീറ്റിങ്ങിന് പോയി. സൈപ്രസിൽ, പഴയ കുപ്രോസ് ദ്വീപിൽ മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ കോൺഫറൻസിന് പോയതാണ്. ലിമാസോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലിമാസോളിലാണ് നമ്മുടെ ലാസറിനെ രണ്ടാമത് അടക്കിയേക്കുന്നത്. ലാസറിൻ്റെ ഒറിജിനൽ കല്ലറ ഉയർത്തെഴുന്നേറ്റ് ബെഥാന്യ അവിടുന്ന് ശേഷം നാട് കടത്തിയ കുപ്രോസ് ദ്വീപിലാണല്ലോ. അവിടെ അടക്കിയേക്കുന്ന കല്ലറയൊക്കെ ലിമാസോളിലാണ്. അവിടുത്തെ ഒരു ബിഷപ്രിക് സെൻറ്ററിലായിരുന്നു മീറ്റിംഗ്. അപ്പോൾ ഞങ്ങളെല്ലാം ചെന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ വലിയ മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ കോൺഫറൻസിൻ്റെ ഇതിലേക്ക് പോയേക്കാണ്. ഞാൻ വലിയ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് പാൻറ്റും കോട്ടും ഒക്കെ ഇട്ടേക്കുന്നത്, വലിയ ബാഡ്ജൊക്കെ ഇട്ട് ഗമയെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരാൾ വന്നു, ഒരു വലിയ മനുഷ്യൻ വന്നിട്ട് പ്ലീസ് കം വിത്ത് മീ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പെട്ടി എടുത്തോണ്ട് അങ്ങ് പോയി. ഞാനും അദ്ദേഹത്തിൻ്റെ പുറകെ പോയി 103-ാമത്തെ മുറി കൊണ്ട് ദിസ് ഈസ് യുവർ റൂം എന്നൊക്കെ വളരെ ബഹുമാനത്തോടെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നു 5 മണിയാകുമ്പോൾ ഡെലിഗേറ്റ്സ് എല്ലാവരും ഈ ചാപ്പലിൻ്റെ സൈഡിൽ വന്ന് നിൽക്കണം. അപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ഇങ്ങോട്ട് ആദരിച്ച് സ്റ്റേജിലോട്ട് കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും സൈഡിൽ നിന്ന് ഇങ്ങനെ ആദരവോടെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാം പോയി ഇങ്ങനെ നിൽക്കുകയാണ്. വലിയ ഗമയിൽ മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ കൗൺസിൽ പ്രതിനിധി ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് ഇങ്ങനെ വലിയ കിരീടമൊക്കെ വെച്ചൊരാളിങ്ങോട്ട് വരുന്നു. സൈപ്രസിലെ ആർച്ച് ബിഷപ്പാണ്. സൈപ്രസ് ആർച്ച് ബിഷപ്പ്. ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹത്തെ എവിടെ വെച്ചോ കണ്ടൊരു പരിചയമുണ്ടല്ലോ എന്ന് എനിക്ക്. മുഖം എനിക്ക് നല്ല പരിചയം. ആരെന്നറിയാമോ? 1 മണിക്കൂർ മുമ്പ് രജിസ്റ്റർ ചെയ്തപ്പോൾ എൻ്റെ പെട്ടി എടുത്തുകൊണ്ട് മുറി കൊണ്ടുവച്ച് നടന്ന മഹാനായ മനുഷ്യനാണ്, ആർച്ച് ബിഷപ്പ് ഓഫ് ലിമാസോൾ. ഞാൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ, ഞാൻ വിറച്ചുപോയി. വിനയമുള്ളവരാകുവീൻ. ഞാനൊരു 1.5 ഞാനാണെന്നൊരു മട്ടുണ്ട് ഇല്ലേ നമുക്ക് അവരവർക്ക് തന്നെ. ഇന്നലെ ഒരാൾ പറഞ്ഞു ഞാൻ എന്നോടുള്ള ബഹുമാനമുണ്ട്, ഞാൻ തന്നെ അങ്ങ് എഴുന്നേറ്റ് നിൽക്കുമെന്ന്. കാരണം എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ വയ്യ. വേറെ ആരും എഴുന്നേക്കില്ല. എന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട്. ഒരു ഇലക്ഷനൊക്കെ വരുമ്പോഴാണ് പള്ളിയല്ലേ എവിടെയുണ്ട്, എല്ലായിടത്തും അത് തന്നെ. പള്ളിയെ തന്നെ എന്തിനാണ് പറയുന്നത്, നിൽക്കുകയാണ്. മണ്ഡലം എന്നൊരു സാധനമുണ്ട്. അയ്യോ മാറത്തില്ല സാറങ്ങ് ഇല്ല സാർ, ഇന്നലെയും ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് സാറ് തന്നെ നിൽക്കണം. പിന്നെ എന്തോ ചെയ്യും? ഒതുങ്ങുന്നവരാകുവിൻ, വിനയമുള്ളവരാകുവിൻ. ഒതുങ്ങി. വചനം ജഡത്തിൽ പരിമിതപ്പെട്ടു. 33 വർഷങ്ങൾക്കുള്ളിലേക്ക് ഒതുങ്ങി. കന്യമറിയം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഉദരത്തിനുള്ളിലേക്ക് ഒതുങ്ങി. പാലസ്തീൻ എന്ന് പറയുന്നത് 120 മൈൽ നീളവും 40 മൈൽ വീതിയുമുള്ള ഒരു കൊച്ചു നാടിനുള്ളിലേക്ക് ഒതുങ്ങി. ഒതുങ്ങുന്നവരാകുവിൻ, വിനയഭാവമുള്ളവരാകുവിൻ. രണ്ടാമത്, വചനം ജഡമായപ്പോൾ വചനം ജഡത്തെ നിയന്ത്രിച്ചു. ദൈവത്തെ നിയന്ത്രിക്കുകയല്ല. ഇപ്പം ദൈവത്തെ നിയന്ത്രിക്കുന്നവരുണ്ട്, നിങ്ങൾക്കറിയാം, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവത്തെ ഒടിച്ചു മടക്കി കൈ തരും. ഇടത്ത് കൈക്ക് വേദനയ്ക്ക് ഇന്നടത്ത് പോകണം, വലത്ത് കൈക്കാണെങ്കിൽ ഇന്നടത്ത് പോകണം, വയറുവേദനയ്ക്കാണെങ്കിൽ തലയും കുത്തി നിൽക്കണം, അവിടെ പോകണം ഇവിടെ പോകണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നിയന്ത്രിക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവത്തെ നിയന്ത്രിക്കുന്നവരാകുവീൻ, നിയന്ത്രിക്കപ്പെടുന്നവരാകുവീൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തെ നന്നാക്കാനുള്ള ഒന്നല്ല. നമ്മുടെ ചില വാക്ക് പ്രാർത്ഥന കേട്ടാൽ അയ്യോ മെഡിക്കൽ കോളേജിൽ 7ാമത്തെ വാർഡിൽ 13ാമത്തെ ബെഡിൻ്റെ അടിയിൽ കിടക്കുന്ന തോമാച്ചനെ പോയി കാണണം, തൊടയണം. ദൈവത്തിന് പറഞ്ഞു കൊടുക്കുക വാർഡ് ഏതാ, വകുപ്പ് ഏതാ. ഇങ്ങനെ ദൈവത്തെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അത് കേട്ടാത്തൊന്നും ദൈവം വേണ്ട ക്രൂരമായ ആൾ നമ്മൾ മാത്രമേ വേണ്ട. പ്രാർത്ഥന നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അതിൻ്റെ അകത്തുണ്ട് നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഭൂമിയിൽ നടക്കുന്നത് അംഗീകരിക്കുന്നതാണ് പ്രാർത്ഥന. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നടക്കുന്നത്, അതാണ് വേണ്ടത്, അതാണ് പ്രാർത്ഥന. ആ വിനയം നമുക്ക് വേണം. അല്ലാതെ ദൈവത്തെ പ്രാർത്ഥിച്ച് നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് 4 മറുപടിയാണ് വേദപുസ്തകത്തിൽ. ഒന്നാമത്തെ മറുപടി ഡയറക്റ്റ് ആൻസർ, യേസ്, തന്നിട്ടുണ്ട്. നമുക്കെല്ലാം കിട്ടിയിട്ടില്ലേ? ഉണ്ടോ? ഇനിയും വല്ലതും തരാനുണ്ടോ? ഇനിയും വല്ലതും വേണോ നിങ്ങൾക്ക്? ഈടെയും ഇന്നും പറഞ്ഞില്ല പ്രാപിച്ചുകൊണ്ട് എന്നെ ഇനി പ്രാപിക്കാനിരിക്കുന്നത് കൊട്ട നിറച്ച് കൊണ്ടുപോകണ്ട. അങ്ങനെ ഇനി വല്ല കൊടുത്തു തീർക്കണം. കർത്താവ് ഞങ്ങൾ കൊട്ട നിറച്ച് കൊണ്ടുപോകാൻ ഇനി ഞങ്ങളെ സഹായിക്കും. ഇത്രയും നാൾ 2000 വർഷമായിട്ട് കൊട്ട എല്ലാം കൊണ്ട് വെച്ചേക്കൽ. നമ്മൾ വന്നേക്കുന്ന ഒന്നും പ്രാപിക്കാനല്ല, കുറേ കൊടുക്കാനാണ്. ദൈവം നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം തരുന്നവനാണ്. യേസ് പറയും. അതുപോലെ തന്നെ ദൈവം നോ പറയും. ഡിനൈഡ് ആൻസർ, ഡിനൈ ചെയ്യുമോ? ദൈവം നോ പറയും. അത് മറുപടിയായിട്ട് അതാ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അച്ഛനോ ഞങ്ങൾ ഏസാക്കുന്നിടത്തോ എവിടെ പോയാലും ദൈവം നോ പറഞ്ഞാൽ നോയ തന്നെയാണ്. ദൈവം പറഞ്ഞ നോയാണ് നമ്മുടെ ഏസിനേക്കാൾ നല്ല നമുക്ക് പിന്നെ അറിയത്തുള്ളൂ. പ്രെയർ ഡസ് നോട്ട് ചേഞ്ച് ഗോഡ്. പ്രാർത്ഥന ദൈവത്തെ മാറ്റുന്നില്ല. പ്രെയർ ചേഞ്ചസ് മാൻ. പ്രാർത്ഥന ആരാ മാറ്റേണ്ടത്? പ്രാർത്ഥിക്കുന്നവനെയാണ് മാറ്റേണ്ടത്. സത്യത്തിൽ വലിയ മാറ്റം ഇല്ലാത്ത ആർക്കാ? നീട്ടി പ്രാർത്ഥിച്ചാൽ പിന്നെ ഒരു മാറ്റവും ഇല്ല. ചിലയിടത്തൊക്കെ ചെന്നാൽ പിന്നെ പ്രസംഗിക്കാൻ സമയമില്ല, അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 7 പേര് മധ്യസ്ഥ പ്രാർത്ഥന. ഇപ്പോൾ ഈ കോവിഡൊക്കെ കൂടെ കഴിഞ്ഞുകൊണ്ട് അത് ബൊഫൈൻ വഴി ചൈന വഴി പോയി ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സമയം അങ്ങ് പോകും. മാർത്താമാ സഭയിലെ ഒരു അപ്പച്ചൻ
അപ്പച്ചൻ റിട്ടയർഡാണ്. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് മേശയുടെ അടിയിലായിരുന്നു കൈ. ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന പ്രൈസ് ലോട്ട് കൈയൊക്കെ വലിയ ആത്മീയത്തിലാണ്. അപ്പച്ചൻ്റെ കൊച്ചുമകൻ കോട്ടയം MT സ്കൂളിൽ പഠിക്കുകയാണ്, ബോർഡിങ്ങിൽ. അപ്പനും അമ്മയും കുവൈറ്റിലാണ്. അപ്പോൾ ഇവനെ അപ്പച്ചൻ കൊണ്ടുവന്നു അവധിക്ക്. അപ്പോൾ വന്നപ്പോൾ അപ്പച്ചൻ 3 നേരം പ്രാർത്ഥിക്കും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. പ്രാർത്ഥനാ മുറി 3ാമത്തെ നിലയിലാണ്, സ്വർഗത്തോടടുത്ത മുറി നോക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇവൻ വന്നപ്പോൾ തൊട്ട് അപ്പച്ചൻ കർത്താവ് മറിയയ്ക്ക് എന്താ വീട് കൊടുക്കാത്ത, മറിയയ്ക്ക് എന്താ വീട് കൊടുക്കാത്ത. ഇതാ മറിയ ആരാന്ന് പറയും, 3ാമത്തെ നിലയിൽ നോക്കിയാൽ താഴെ കാണാം മറിയയുടെ വീട്. ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടാണ്, ഒരു വിധവയാണ്. അപ്പച്ചൻ്റെ പള്ളിക്കാരി തന്നെയാണ്. അപ്പച്ചൻ്റെ വീട് തൂത്തും തുടച്ചാൽ മറിയ ജീവിക്കുന്നത്. മറിയയുടെ ഇടിഞ്ഞു പൊളിഞ്ഞ വീട് കാണുമ്പോൾ അപ്പച്ചൻ അങ്ങ് ചങ്ക് പൊട്ടുക, കർത്താവിന് മറിയയ്ക്ക് എന്താ വീട് കൊടുക്കാത്ത, മറിയയ്ക്ക് എന്താ വീട്. ചെറുക്കൻ വന്നപ്പോൾ തൊട്ട് കേൾക്കുക ഇങ്ങനെ മറിയ. 3ാമത്തെ ദിവസം അപ്പച്ചൻ പ്രാർത്ഥിച്ചാൽ പറഞ്ഞു, അപ്പച്ചാ പ്രാർത്ഥന നിർത്തി, ആ പേഴ്സ് ഇങ്ങോട്ട്, ഇപ്പം ഞാൻ മറിയയ്ക്ക് വീട് കൊടുത്ത് വെച്ചവരാണ്. അന്ന് തൊട്ട് അപ്പച്ചൻ മറിയ പ്രാർത്ഥന നിർത്തി. നമ്മൾ പേഴ്സ് അങ്ങോട്ട് കൊടുക്കുക എന്തുമാത്രം നീളം കുറയ്ക്കായിരുന്നു. നമ്മൾ ദൈവത്തെ കൊണ്ട് കൊടുപ്പിച്ചേ അടങ്ങത്തുള്ളൂ. നമുക്കാണൊരു ചേഞ്ച് വേണ്ടത്, ദൈവത്തെ മാറ്റാൻ ശ്രമിക്കരുത്. നമുക്കാണ് ചേഞ്ച് വേണ്ടത്. പ്രയർ ഡസ് നോട്ട് ചേഞ്ച് ഗോഡ്, പ്രയർ ചേഞ്ചസ് മാൻ. പ്രയർ ഡസ് നോട്ട് ഈവൻ ചേഞ്ച് യുവർ സർക്കംസ്റ്റാൻസസ്. നിന്റെ സാഹചര്യങ്ങളെയും മാറ്റത്തില്ല, സാഹചര്യങ്ങൾക്ക് നേരിടാൻ നിന്നെ മാറ്റിയാൽ പോരെ. കർത്താവ് പറഞ്ഞു, ഈ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ മലയൊന്നും ഒഴിഞ്ഞു പോകുകയില്ല. ഏതേലും മല റാന്നി, ഇപ്പോൾ ലോറിയെ കൊണ്ടുപോകുന്നതല്ലാതെ ഏതേലും മല പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ഉപവാസം എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ദൈവ ഉപവാസമായിട്ട് ഒരു ബന്ധവുമില്ല. ഉപപ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ഉപപ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയുടെ താഴെ. ഉപവാസം എന്ന് പറഞ്ഞാൽ ലീഡിങ് എ ലെസർ ലൈഫ് എന്നാണ്. ഇപ്പം ജീവിക്കുന്നതിനേക്കാൾ ഒരു താഴ്ന്ന ജീവിതം നയിക്കുക എന്നാണ് പദത്തിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ഈ വണ്ണവും ഒക്കെ അങ്ങ് പോകുമ്പോൾ മല എവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒതുങ്ങി നിനക്ക് അപ്പുറത്ത് പോയാൽ പോരെ. നമുക്കൊരു ഒതുക്കം വേണം ഈ പ്രാർത്ഥിക്കുന്നവർക്ക്. ഇത് ചേഞ്ച് സംഭവിക്കേണ്ടത് നമുക്കാണ്. നമ്മുടെ ദുർമേധസ്സൊക്കെ ഒന്ന് പോയി ഇച്ചിരി ഉപവസിക്കാൻ നമ്മുടെ അഹങ്കാരമൊക്കെ പോകും. അങ്ങേപ്പുറത്ത് പോയാൽ മല എവിടെ നിന്നോട്ട്. അതുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിച്ച് മാറ്റാൻ ശ്രമിക്കരുത്. 3ാമത്തെ ആൻസറാണ് ഡിലേഡ് ആൻസർ, താമസിച്ച് മറുപടി കിട്ടും. നോട്ട് നൗ, ഇപ്പം തരത്തില്ല. കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്നതൊക്കെ ദൈവം തക്ക സമയത്ത് തരും. ദൈവത്തിൻ്റെ സമയമാണ് ശരിയായ സമയം. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്നാ കാത്തിരിപ്പ്? കാത്തിരിപ്പ് ഒരുക്കമെന്നാണ്. മോൻ ദുബായിൽ നിന്ന് വരുന്നുണ്ട്, എങ്ങനെയാണ് കാത്തിരിക്കുന്നത്? ചിക്കൻ ഫ്രൈ ചെയ്യും, പപ്പടം മൂപ്പിക്കും, എന്തെല്ലാം ഒരുക്കം. അവനിപ്പോൾ വരത്തില്ല, നമുക്ക് തിന്നാടി തിന്നുമോ? ഇല്ല, അവൻ വരുന്നത് വരെ ഒരുക്കത്തോടെ കാത്തിരിക്കും. ഒരുക്കം അത് ദൈവം ചിലത് നിങ്ങൾക്ക് തരാത്ത നിങ്ങൾ ഒരുങ്ങിയിട്ടില്ലാത്തത് കൊണ്ടാണ്. യഹോവയ്ക്കായി കാത്തിരിക്കണം, അവിടെ തോടി നടക്കരുത്. 4ാമതൊരു ആൻസർ ഉണ്ട്, ഡിഫറൻ്റ് ആൻസർ, വ്യത്യസ്തമായ ഉത്തരം. നമ്മൾ ചോദിക്കുന്നതല്ല ദൈവം തരുന്നത്. ചോദിക്കുന്നതിൽ എനിക്ക് അത്യന്തപരമായി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ നിറച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരാകുവീൻ. 3ാമത് വചനം ജഡമായപ്പോൾ ഷെയറിങ്, വചനം ജഡവുമായി പങ്കുവെച്ചു. പങ്കിട്. ഈ ക്രിസ്മസിന് ആർക്കെങ്കിലും ഒരു പീസ് കേൾക്കുകയും കൊടുത്തോ? നിങ്ങൾ കൊടുത്തോ? എവിടെ? എൻ്റെ അച്ഛാ ക്രിസ്മസ് കേക്ക് കണ്ട് അങ്ങ് മടുത്തു. ഒരു പാവപ്പെട്ടവൻ ഒരു കേക്ക് കൊണ്ട് കൊടുത്തോ? സത്യമേ പറയത്തുള്ളൂ, മിണ്ടുന്നില്ല. ദൈവസ്തോത്രം. നമ്മുടെ ഇപ്പോഴത്തെ വലിയ പ്രശ്നം എന്താ? ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ വലിയ പ്രശ്നം എങ്ങനെ തടി കുറയ്ക്കാം. 2 കാര്യങ്ങളാണ് സാധാരണ ഇപ്പം. എങ്ങനെ വണ്ണം കുറയ്ക്കാം, എവിടെ വണ്ടി പാർക്ക് ചെയ്യും. 2 പ്രശ്നങ്ങളെ ഞങ്ങൾക്കുള്ളൂ. അയൽവക്കാരൻ പട്ടിണി കിടക്കുന്ന ഒന്നും ഒരു പ്രശ്നമല്ല. നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കണം. ഉണ്ണുമ്പോൾ അറിയില്ല നമ്മൾ ഉണ്ണുവാനില്ലാത്തവരെ, ഉണ്ണാത്തവരറിയുന്ന നമ്മൾ കണ്ണടച്ചുണ്ണുന്ന കാര്യം. ചോറ് കിട്ടിയവൻ തീർന്നിട്ടാണ് കണ്ണ് തുറക്കൂ. അല്ലോ ഇപ്പോൾ ഒന്ന് റാന്നിയൊക്കെ അങ്ങ് സുഭിക്ഷതയാച്ച, തൊഴിലുറപ്പും എല്ലാം കൂടെ വന്ന് എല്ലാവർക്കും അങ്ങ് സുഭിക്ഷതയാച്ച. നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുന്നവരാണ്. നമുക്കെന്തൊരു ആർത്തിയാണ്. ഇത്രയും ആർത്തിയുള്ളവർ വേറെ ഉണ്ടോ? നമ്മുടെ ഏതെങ്കിലും പള്ളിയുടെ ഹോളിലൊന്ന് പോയി നോക്കി, അതിൻ്റെ എല്ലാ ഗ്രില്ല് വളഞ്ഞിരിക്കുകയാണ്. പാരീഷുകാർ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഇടി കണ്ടാൽ എന്തോ ഒരു വെപ്രാളമാണ്. അവിടുത്തെ ഇടിയും വെപ്രാളം കണ്ട് 2 മാസമായി കഴിച്ചിട്ടെന്ന് തോന്നുന്നു. ഇടിച്ച് ചാകാതെ വന്നെങ്കിൽ ഭാഗ്യം. എന്തൊരാർത്തിയാണ് ഇത്! എവിടെ എന്തൊരു നാണംകേടാണിത്! നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടോ കുറി തൊട്ടൊരാൾ ഇടിക്കാൻ പറ്റുന്ന കണ്ടിട്ടുണ്ടോ? കുറി തൊട്ടൊരാൾ ഇടിക്കാൻ പറ്റും, അവർ മാറി ഉണ്ടേലുണ്ടില്ലേ, എന്തോ ഒരു പരവേശമൊക്കെ, എന്തൊരു കഷ്ടമായി. എന്നാൽ ഗേറ്റ് ഇത് വാതിൽ തുറക്കുമോ? അതുമില്ല. അതങ്ങനെ വേറെ കുറേ പേര് 2 മണിക്കാണ് തുറക്കും, സാരി മാറിയിട്ടേ തുറക്കും. രാഗി അലച്ച് തിന്ന് വലിച്ച് എന്തൊക്കെ കാണിച്ച് വെക്കുന്നത്. നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. നമ്മളൊരുമായി സ്വസ്നേഹികളാണ്. 20 തലമുറയ്ക്കുള്ളത് സമ്പാദിച്ച് വെച്ചു, ബാങ്കിലിട്ടു, 2 ആഴ്ചത്തേക്കുള്ള ഫ്രിഡ്ജിലും വെച്ച്, എന്നാലും ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ അത് കഴിയുമ്പോൾ എന്തോ ഈ വെച്ചാന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വർഗ്ഗമാണ് നമ്മൾ. ആരെയാണ് ഏറ്റവും ഇഷ്ടം? എന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
അത് കഴിഞ്ഞാൽ ആരെ അനിഷ്ടം? അത് കഴിയുന്നില്ല ഞാൻ ചാകുന്നത് വരെ. ചാകുന്നവരെ എന്നെ മാത്രം ചെയ്യും. നമ്മളോട് പറയണം, വചനം ജഡമായി തീർന്നു, വചനം ജഡവുമായി പങ്കുവെച്ചു. പങ്കിടണം. പങ്കിടാത്ത സഭയല്ല. ഇതൊക്കെ വിശദീകരിക്കുകയാണ്, സമയം പോകുന്ന വിടുകയാണ്. നാലാമത്, വചനം ജഡമായപ്പോൾ സജീവമായ മനുഷ്യൻ. അവനെന്തോരം നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത്. യേശു ക്രിസ്തു 3.5 വർഷമാണ് പരസ്യ ശുശ്രൂഷയെങ്കിലും ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വിവരിക്കാൻ ഇടം പോരാന്ന് യോഹന്നാൻ തന്നെ പറയുന്നത്. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ലോകത്തിലെ ലൈബ്രറിയിൽ നിന്ന് മാറ്റിയാൽ പിന്നെ ലൈബ്രറി വല്ലതും ഉണ്ടോ പുസ്തകങ്ങൾ? അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വിവരിക്കാൻ വാക്കുകൾ പോരാ. വിശ്രമം എന്തെന്നറിയാതെ ഓടി നടന്ന് അധ്വാനിച്ചു. ഒരു സജീവത ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജീവിതം. നമുക്കുണ്ടോ അത്? ഉറക്കം തൂങ്ങികൾ. പള്ളി സമയം ഉറക്കം എന്ന് എഴുതിയാൽ ഫുൾ മാർക്കല്ലേ. പിന്നെ വല്ലപ്പോഴും വല്ല ഇടവയോ വല്ല അടിയും പിടി ഉണ്ടാകുമ്പോഴാണ്. ഇപ്പം കേരളത്തിന് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഇങ്ങനെ ക്രിസ്ത്യാനികളുണ്ടെന്ന്. അടിയും പിടിയായിട്ട് നടക്കുകയാണ്. കിഴക്കോട്ട് തിരിയണം, പടിഞ്ഞാട്ട്, എന്തെല്ലാം നാണം കേടുകളാണ്. ഒരു സജീവത. ഞാൻ ചോദിക്കട്ടെ, ഈ റാന്നി പഴവങ്ങാടിക്കര മാർത്തോമാസ് വലിയ പള്ളിയാണ്. ഇതിവിടെ ഇല്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടായിരുന്നു നാടിന്? പോസിറ്റീവായിട്ട് ഇതുള്ളത് കൊണ്ട് വല്ല ഗുണമുണ്ടോ? എൻ്റെ പള്ളിയാണ് ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊരു ദേവാലയം ഉള്ളത് കൊണ്ട് ആ ദേവാലയം സുവിശേഷം പരക്കുന്നുണ്ടോ? സത്യം പറ, സുവിശേഷത്തിന് തടസ്സമല്ലേ നമ്മൾ? ഇന്ന് സുവിശേഷം ഇന്ത്യയിൽ വ്യാപിക്കുന്ന കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെയാണ്. എന്താ കാരണം എന്ന് പറയുക? 1000 കിലോമീറ്റർ അടുത്തൊരു ക്രിസ്ത്യാനി ഇല്ലാത്തതുകൊണ്ടാണ്. സഭ വളരുകയാണ് അവിടെയൊക്കെ. ലജ്ജാകരമാണ്. നമുക്കൊരു ജീവനില്ലാത്തവരായി തീർന്നിരിക്കും. ഒരു ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന സ്ഥിതിയിലെത്തിയിരിക്കും നമ്മൾ. വചനം ജഡമായപ്പോൾ സജീവത. യേശു ജീവിതത്തോട് വരുമ്പോൾ ആ ഒരു ജീവൻ ഉണ്ടാകുവാനും. വില്യം കേറി ചെരുപ്പൂത്തിയായ മനുഷ്യൻ, 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷേ യേശു ജീവിതത്തോട് പ്രവേശിച്ച് അത്ഭുതവാനായി മാറിയില്ലേ? 14 ഭാഷയിലേക്ക് വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ത്യയിൽ വന്ന് അത്ഭുതമായി മാറണം. യേശു ക്രിസ്തു അത്രയോ പേരുടെയൊക്കെ ചരിത്രമൊക്കെ പറയും, സൈമൺ ദേശയുടെയൊക്കെ സാക്ഷി പറയും. ഒരുപാട് സജീവതയുണ്ട്. അതുകൊണ്ട് മനുഷ്യരായിത്തീരണം. ഒരു സംശയമായി തുടങ്ങിയ മനുഷ്യരാണോന്ന് അത് ഞാൻ ചോദ്യം ചോദിച്ചല്ലോ. മനുഷ്യരാണോന്ന് നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരൽ സംഭവിക്കണം. 2ാമത് വാക്യത്തിൽ പറയുന്നത്, അവൻ ഞങ്ങളുടെ ഇടയിൽ പാർത്തു. എബൈഡിങ് പ്രോസസ്സ്. മനുഷ്യനായി തീർന്നിട്ട് ഹിമാലയ പർവ്വതത്തിൽ സന്യസിക്കാൻ പോവല്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവനെ തൊട്ടു, അവൻ ഞങ്ങളെ തൊട്ടു. ഞങ്ങളുടെ മരണ വീട്ടിൽ വന്നു, ഞങ്ങളുടെ കല്യാണ വീട്ടിൽ വന്നു, ഞങ്ങളുടെ ഒപ്പം ചിരിച്ചു, കരഞ്ഞു, ഭക്ഷിച്ചു. നമ്മളെക്കുറിച്ച് അങ്ങനെ മറ്റുള്ളവർ പറയും, ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്ന ഒരുപറ്റം ക്രിസ്ത്യാനികളാണെന്ന് പറയുമോ? പിന്നെ ആരാ ഇതൊക്കെ വ്യാപിക്കേണ്ടത്? ഞാൻ എൻ്റെ അമ്മച്ചിയുടെ വീട് കീക്കഴൂർ. എൻ്റെ അനുഭവസാക്ഷിയൊക്കെ പറയുന്നുണ്ട്. കീക്കഴൂരാണ് എൻ്റെ അമ്മച്ചിയുടെ വീട്. എന്നെയും വരെയും മാമതി സമയ്ക്കത് അവിടെയാണ്. ഞങ്ങൾ അവിടെ വീട്ടിൽ പ്രവേശനമൊന്നും ഇല്ലായിരുന്നു 10-50 വർഷമായിട്ട്. എന്നാൽ ഇപ്പം ഞങ്ങൾക്ക് വലിയ സ്വാധീനമാണ്. ഞാൻ പറയുന്നതിനപ്പുറം ഒരു കാര്യമില്ല. എൻ്റെ ഫാദർ വഴിയും അമ്മ വഴിയൊക്കെ അങ്ങനെ ബഹുമാനമായി. കഴിഞ്ഞിടയ്ക്ക് എൻ്റെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ ബാലംപിള്ള, കീക്കഴൂരാണ്, സമരമുഖ്യനാണ്. ബാലംപിള്ള മരിച്ചപ്പോൾ ഞാനും എൻ്റെ അപ്പച്ചനും എൻ്റെ സിസ്റ്ററും കൂടെ അവിടെ പോയി. ഞാൻ കുപ്പായിട്ടാണ് പോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട ഒത്തിരി അമ്മൂമ്മമാരുണ്ട്. എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ച്, ഓടലെങ്കിലെ അമ്മൂമ്മയും മലമന്നത്തെ അമ്മൂമ്മയൊക്കെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അതൊന്ന് വലിയ സ്നേഹമായിരുന്നു. ഓടലെങ്കിലെ ഒരു അമ്മൂമ്മ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, എന്നോട് പറയാണ്, മോനെ, പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും രോഗമോ ദുഃഖമോ പ്രയാസമോ വരുമ്പോൾ ഈ മാർത്തമ്മ പള്ളിയിലെ ആളുകൾ വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വലിയൊരു ആശ്വാസമായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം കയറത്തില്ലെന്ന് പറയാം. എനിക്കങ്ങ് സങ്കടം വന്നു. അവർ നിങ്ങളോട് എന്തോ ചെയ്തു? ഇന്ന് വരെ നിങ്ങളോട് ഇച്ചിപ്പോന്നവർ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ കയറി പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഏതേലും വാതിൽ നിങ്ങൾക്കെതിരെ അടഞ്ഞിട്ടുണ്ടോ? സുവിശേഷം പറയാൻ ഇന്ന് വരെ ഇനി അടയും. ഇതുവരെ തുറന്നു കിടക്കുമല്ലായിരുന്നു. ഒരാളോട് സുവിശേഷം പറഞ്ഞോ, ഞങ്ങളുടെ വീട്ടിൽ വന്ന് നമ്മുടെ വീടുകളിൽ വന്ന് പ്രാർത്ഥിക്കുകയും പാടുകയും എന്തോ ഒരു സന്തോഷമായിരുന്നു, എന്തൊരു ആശ്വാസമായിരുന്നു മോനെ. എന്നോട് പറയണം ഒരു അമ്മൂമ്മ, ഇടയിൽ പാർക്കണം. നമ്മളെ ദൈവം ഓരോന്ന് നിയോഗിച്ചിരിക്കുകയാണ്. കുറേ പണം സമ്പാദിച്ച് മുത്തൂറ്റ് കൊണ്ടിട്ടെല്ലാം കളയാൻ വേണ്ടിയല്ല. ഇതാണ് നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം. ഈ സമൂഹത്തെ കർത്താവ് പറഞ്ഞ ഉപ്പായും വെളിച്ചമായിട്ടൊക്കെ നിങ്ങൾ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് എന്താണ് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 700-800 വീടുള്ള ഇടവക ഈ പ്രദേശത്ത് സുവിശേഷം വ്യാപിക്കാൻ കഴിഞ്ഞോ? കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇടയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. നാം പഠിക്കുന്ന കോളേജിൽ മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവൻ. മതി. ഈ പാട്ട് ഞാൻ പാടിയ എന്തിനാണെന്നറിയാവോ?
ഞാൻ 1979 മുതൽ 82 വരെയാണ് കോട്ടയം സെമിനാരിയിൽ പഠിച്ചത്. ഞാൻ പഠിക്കുമ്പോൾ കോട്ടയം മാർത്തമ്മ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ചുമതല എനിക്കായിരുന്നു, സെമിനാരിയിൽ നിന്ന് വിട്ടിരുന്നത്. അതുകൊണ്ട് കോട്ടയത്തെ എല്ലാ കോളേജുകളിലും BCM, CMS, ബെസേലിയോസ്, ഗവൺമെൻറ് കോളേജ്, മെഡിക്കൽ കോളേജ്, അവിടെ പാമ്പാടി KG കോളേജിലൊക്കെ ഓരോ ദിവസം ക്ലാസ് എടുക്കാൻ പോകണമായിരുന്നു. ഞാൻ പോകും, അച്ഛന്മാരെയും കൊണ്ടൊക്കെ പോകും. ഒരു ദിവസം ഇന്ന് ബെസേലിയോസിലെ 2 കുട്ടികൾ പ്രീ-ഡിഗ്രി പഠിക്കുന്നവർ, ഒന്ന് മർത്തമ്മക്കാരൻ, വേറെ സഭക്കാരൻ. ഒരു അവിടെ ചൊവ്വാഴ്ചയാണ് ബെസേലിയോസ് കോളേജ് തരാഞ്ഞുകൊണ്ട് മനോരമയുടെ ഗസ്റ്റ് റൂമിൽ വെച്ചായിരുന്നു ക്ലാസ്. 2 കുട്ടികളെന്ന് പറയുകയാണ്, സാറേ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു, എന്താ മക്കളെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഈ പാട്ട് ഇറങ്ങിയിടെയാണ്, അടവിത്തരുക്കൾ, അന്നത്തെ ചെത്തുപാട്ടാണ്. ഈ പാട്ട് ഇറങ്ങിയിടയ്ക്കാണ് ഈ കുട്ടികൾ ഒരു ഇൻ്റർവെൽ സമയത്ത് വെറുതെ ക്ലാസ്സിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഡെസ്കിലടിച്ച് മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ എന്ന് പാടി. ഒന്ന് മർത്തമാക്കാൻ, വേറെ സഭക്കാരൻ, കൊച്ചു കുട്ടികൾ. ഇവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മലയാളം BAക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് ചോദിച്ചു, നിങ്ങൾ ആരുടെ കാര്യമാണ് പാടിയത്? അപ്പോൾ പിള്ളേരങ്ങ് പകച്ചു പോയി, അവർ വെറുതെ പാടിയതാണ്. പിന്നെ ആ പെൺകുട്ടി, നിങ്ങൾ ആരുടെ കാര്യമാണ് പാടിയത്? ആരാണ് മനക്ലേശ തരംഗങ്ങൾ വരുമ്പോൾ സഹായിക്കുന്ന ആരാണ്? അവിടെ നിർബന്ധം കൊണ്ട് ആ കുട്ടികൾ, ഞങ്ങൾ പാടിയത് യേശുവിൻ്റെ കാര്യമാണ്. അങ്ങനെ അവൾ, യേശു മനക്ലേശ തരംഗങ്ങൾ വരുമ്പോൾ സഹായിക്കുമോ? എനിക്ക് മനക്ലേശമേ ഉള്ളൂ. ഇന്ന് ഞാൻ പള്ളിക്കത്തോട്ടിൽ നിന്ന് വന്നത് 1 രൂപ അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചാണ്. 30 പൈസ ഇങ്ങോട്ടും 30 പൈസ അങ്ങോട്ടും. ഞാനൊന്നും ഭക്ഷണം കഴിക്കാതാണ് വന്നത്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലില്ല. എനിക്ക് അമ്മയും 2 അനിയത്തിമാരേ ഉള്ളൂ. അമ്മ അയൽവക്കക്കാരുടെ തുണി നനച്ച് കൊടുത്താണ് ഞങ്ങളെ വളർത്തുന്നത്. ഞാൻ ഇന്ന് ഉച്ചഭക്ഷണം പോലും കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ മനക്ലേശ തരംഗങ്ങൾ വരുമ്പോൾ യേശു സഹായിക്കുമോ? ആ പിള്ളേരങ്ങ് പകച്ചു. അവർ പറഞ്ഞു, ചൊവ്വാഴ്ച ഞങ്ങളുടെ ഒരു സാറ് വരും, സാറിനോട് സംസാരിക്കാമെന്ന്. അടുത്ത ചൊവ്വാഴ്ച ആ പെൺകുട്ടി ഈ കുട്ടിയോടെ കൂടെ എന്നോട് വന്ന് സംസാരിച്ചു. പിന്നെയും വന്നു. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, അവൾ ഇന്നൊരു സുവിശേഷ പ്രസംഗകയാണ്. അവളെവിടെ പ്രസംഗിക്കുമ്പോഴും പറയും, ഞാൻ യേശുവിനെ കണ്ടത് ബെസേലിയോസ് കോളേജിലെ ഒരു ക്ലാസ് റൂമിൽ വെച്ചാണ്. ഒരു പാട്ടിൻ്റെ ശീല്, ഒരു പാട്ടിൻ്റെ സ്റ്റാൻസ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. അറിഞ്ഞും അറിയാതെയും യേശുവിൻ്റെ സാക്ഷികളാണ്. ഇടയിൽ പാർക്കണം. വലിയ വീട് വെച്ചുകൊണ്ടൊന്നും വലിയ സാക്ഷിയൊന്നുമില്ല. നമ്മുടെ വിചാരം അമ്പലം ആകാശമുണ്ട്, പള്ളി വെച്ച് ഞങ്ങളെ കണ്ടു. എന്നാ കണ്ടു? അതിൽ വലിയ അമ്പലമില്ലേ? പള്ളി പണിയുന്നതിലാണോ വലിയ കാര്യം? യേശുവിനെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെ പാർക്കണം? കൃപ നിറഞ്ഞ് പാർക്കണം. വെറുതെ പാർത്താ പറ. പിന്നെ എന്തോ കൃപയെന്ന് പറയുന്നേ? എന്തോ കൃപ? ആടെ കിടക്കുന്നു. കൃപയൊന്നെന്നാ കൃപ മതിയെ താതാ കൃപ താതാ എന്തെല്ലാം കൃപ. എന്താ കൃപ? അതാണ് നമ്മുടെ കുഴപ്പം. അർഹതയില്ലാതെ എൻ്റെ അച്ഛാ അവിടെ ഒട്ടുപാലിനകത്ത് മെറ്റിൽ വെച്ച് കൊണ്ട് കൊടുത്ത ദൈവകൃപയാസ കടക്കാരൻ കണ്ടില്ല. അർഹതയില്ലാത്തതാ. ചെറുക്കൻ കുവൈറ്റിൽ നിന്ന് സ്വർണ്ണ ബിസ്ക്കറ്റ് വന്നു, ദൈവകൃപയാ കസ്റ്റംസുകാർ പിടിച്ചില്ല. നിങ്ങൾക്ക് ഈ അർഹതയൊന്നും അർഹതയില്ലാത്ത എവിടെ നിങ്ങൾക്ക് അർഹത? എന്തോ കിട്ടാൻ അർഹത? എന്തോ കിട്ടാൻ? കിട്ടിയതെല്ലാം അർഹതയില്ലാതല്ലേ? എല്ലാം അർഹതയില്ലാതെ. ഈ പ്രിയപ്പെട്ടവരെ, കിട്ടുന്നതല്ല കൃപ, കൊടുക്കുന്നതാണ് കൃപ. എപ്പോഴും ഞങ്ങൾ എന്ത് കിട്ടുന്നതെല്ലാം കൊണ്ട് മുത്തൂർ ബാങ്കിലും അല്ലെങ്കിൽ മണപ്പുറത്ത് ഇട്ടേച്ച് കൃപയുള്ള സാറാന്ന് വല്ലവരും പറയും. പിരിവിനും പട്ടി അഴിച്ചു വിടുക. വല്ലൊരു പിരിവിനും 5 പൈസ കൊടുക്കത്തില്ല. കൃപ, അത് കൃപയാണ്. കിട്ടുന്നതല്ല, കൊടുക്കുന്നതാണ് കൃപ. ഇനിയും നിങ്ങൾ ദൈവകൃപ, ദൈവം കൃപയുള്ളവനാണ്, തരികയാണ്. നമ്മൾ കൃപയുള്ളവരാണെന്ന് നമ്മൾ കൊടുക്കുമ്പോഴാണ്. കർത്താവ് ഞങ്ങളെ കൃപയാൽ പൊതിയണമേ. അങ്ങനെയൊക്കെ പൊതിയാനുള്ളതല്ല കൃപ. ചേട്ടത്താണ് കൃപയാൽ പൊതിയണമേ. കൃപ നിറയാനുള്ളതാണ്. കൃപ നിറഞ്ഞ് കവിയാനുള്ളതാണ്. കൃപ പകരുവാനുള്ളതാണ്. പറഞ്ഞു കൊടുത്താൽ പകുത്ത് കൊടുക്കുന്നതാണ് കൃപ. അതാ കൃപ. തെറ്റിദ്ധരിച്ചിരിക്കുക നമ്മൾ. അർഹതയില്ല, നമുക്ക് കിട്ടിയതെല്ലാം അർഹതയില്ലാതല്ലേ? പിന്നെ അങ്ങനെ 2 അർഹതയോടെ കിട്ടാൻ എല്ലാം അർഹതയോടെ അല്ലാതെ കിട്ടിയതെല്ലാം കൊടുത്ത് തീർക്കുന്നതാണ് കൃപ. ആ കൃപയുള്ളവരെ കണ്ടാൽ അറിയാം, മുഖത്ത് നോക്കിയാൽ അറിയാം. അത് സൗന്ദര്യമല്ല. ചിലർ ഭക്തരായ പിന്നെ ചിരിക്കത്തില്ല, മുഖം ഇങ്ങനെ മത്തങ്ങ പോലെ മൂമ്മ പിടിച്ചുകൊണ്ടിരിക്കും. കാരണം ചിരി ആയുസ് വർദ്ധിപ്പിക്കും. അങ്ങനെ അവൻ്റെ ഞാൻ കാരണം വർദ്ധിക്കണ്ട. ഒരു പുഞ്ചിരിയൊക്കെയാ കൃപ. ആ കൃപ, അതിന് കരിസ്മ എന്ന് പറയും. അകത്ത് കൃപ ലഭിച്ചാൽ പുറമേ ഒരു കരിസ്മ. മദർ തെരേസ സുന്ദരിയായിരുന്നു. ലോകത്തിലാരും വരും മദർ തെരേസ സുന്ദരിയായിരുന്നു. പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും സൗന്ദര്യമുള്ള വനിതയായിട്ട് ടൈംസ് മാഗസിൻ, ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ടൈംസ് മാഗസിൻ തിരഞ്ഞെടുത്തത് ആരെയാണ്? ഐശ്വര്യ റോയി അല്ല, പിന്നെ ആരെയാണ്? മദർ തെരേസ. ആ ചുക്കിച്ചുളഞ്ഞ മുഖം, കാരണം അവരുടെ മുഖത്ത് ഒരു ശോഭ. എന്താ ശോഭ? മുഴുവൻ കൊടുത്തു തീർക്കുമായിരുന്നു. വല്ലതും കിട്ടിയോ?
കിട്ടുന്നതല്ല കൃപ. യേശുക്രിസ്തുവിന് എന്തോ കിട്ടിയേ? കൃപ നിറഞ്ഞവനായി പറഞ്ഞു ജീവൻ വരെ കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട റാന്നി ക്രിസ്ത്യാനികളെ, നിങ്ങൾ നിങ്ങളുടെ നിർവചനം ഒന്ന് മാറ്റണം. ഇനി അധികം നാളൊന്നും ഇല്ലല്ലോ കർത്താവ് വരാൻ. അതിനു മുമ്പേലും കൃപയുള്ളവരായി എല്ലാം കൊണ്ട് ബാങ്കിലിട്ട് കൃപയാ കിട്ടിയ കൃപ എന്തോ കൃപയാ ആ പദം തെറ്റിദ്ധരിച്ചേക്കുകയാണ്. കൃപ നമുക്ക് സമ്പാദിച്ചു കൂട്ടാനുള്ളതല്ല, കൊടുത്തു തീർക്കാനുള്ളതാണ് കൃപ. കൃപ നിറയണം, കൃപയാൽ നിറയണം. അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് സഭ വളരാത്തത്. ശബ്ദത്തിന് കൃപ കിട്ടിയാൽ മതി, ശബ്ദത്തിന് കൃപ കിട്ടിയാൽ പോരാ, നമ്മുടെ ജീവിതരംഗങ്ങളിൽ കൃപ വേണം. നമ്മുടെ തീത്തോസ് തിരുമേനി മാർത്തോമാ സഭയിലെ ഇതുവരെ ജൂനിയറാണ്, ഇപ്പോൾ സീനിയറായി. തീത്തോസ് തിരുമേനി മാരാവണ മനുഷ്യ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം അച്ഛനായിരുന്നപ്പോൾ ആദ്യം PhD ചെയ്തൊരു കത്തോലിക്ക സെമിനാരിയിലാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കത്തോലിക്ക അച്ഛനുണ്ടായിരുന്നു, റൂംമേറ്റ്. ഇവർ രണ്ടും നടക്കാനൊക്കെ പോകും, വലിയ കൂട്ടുകാർ. സീനിയറാണ് അച്ഛൻ ഇച്ചിര. നമ്മുടെ ബിഷപ്പിൻ്റെ പേരാണ് ഉമ്മൻ ജോർജ് എന്നാണ് അച്ഛൻ. ഒരു ദിവസം ഈ കത്തോലിക്ക അച്ഛൻ്റെ മുഖത്തൊരു സങ്കടം. അണ്ണേ, നമ്മുടെ അച്ഛൻ ചോദിച്ചു, എന്താ പറ്റി ഇന്ന് എന്നാ ഒരു സങ്കടം? അണ്ണേ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സംഭവത്തിൻ്റെ വാർഷിക ദിനമാണിന്ന്. ഇത്ര വലിയ സംഭവം? ഹൈ റേഞ്ചിൽ 2 പള്ളികളുടെ വികാരിയായിരുന്നു പറയുകയാണ് അദ്ദേഹം, മലങ്കര കത്തോലിക്ക. ഒരു ക്രിസ്മസ് കാലത്ത്, വെളുപ്പാങ്കാലത്ത് ഒരു പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ട് അടുത്ത പള്ളിയിലെ കുർബാനയ്ക്ക് വേണ്ടി വളരെ വേഗം ബൈക്കിൽ പോകായിരുന്നു. അദ്ദേഹം പറയുകയാണ് 5 കിലോമീറ്റർ ദൂരമാണ് അടുത്ത പള്ളി. അപ്പോൾ ക്രിസ്മസ് കാലമാണ്, മഞ്ഞ് മൂടി കിടക്കുകയാണ്, ഹൈ റേഞ്ചാണ്, നേരം വെളുക്കുന്നതേ ഉള്ളൂ, ചെറിയ ഇരുട്ടുണ്ട്. അച്ഛൻ നല്ല പരിചയമുള്ള റോഡാണ്, അടിച്ച് വിട്ട് പോവാണ്. പോകുന്ന വഴിക്ക് തലേ രാത്രി ഒടിഞ്ഞു കിടന്നൊരു മരം ഉണ്ടായിരുന്നു, അതേ ബൈക്ക് ഇടിച്ചു. അച്ഛൻ മാരകമായ മുറിവേറ്റ് താഴെ വീണു, തല പൊട്ടി ഒഴുകുന്നുണ്ട്. അച്ഛൻ്റെ ബോധം പോയിട്ടില്ല, കൈയൊന്നും കുത്തി എഴുന്നേക്കാൻ വയ്യ, വളരെ വേദനയോടെ അച്ഛൻ കിടക്കുകയാണ്. വളരെ വലിയ വേദന, വലിയ മുറിവേറ്റിരിക്കുകയാണ്, ബ്ലഡ് ഒഴുകുന്നൊക്കെ അച്ഛന് മനസ്സിലായി. അച്ഛനിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ ഒരു ടെമ്പോ ചീറി വരുന്നു, വരികയാണ്. അപ്പം അച്ഛൻ വിചാരിച്ച് ഇപ്പോൾ എൻ്റെ ദേഹത്ത് ടെമ്പോ കയറും, ഞാൻ മരിക്കും. അച്ഛനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് മരിക്കാനായിട്ട് തയ്യാറായി കിടന്നു. പക്ഷേ അച്ഛൻ പറയണം, അച്ഛൻ്റെ അടുത്തൊരു 10 അടി അടുത്തെത്തിയപ്പോൾ ബ്രേക്ക് ചെയ്തു, ഈ ടെമ്പോ ഇടതുവശത്തെ കൊക്കയിലേക്ക് മറിഞ്ഞു. അത് കഴിഞ്ഞ് ആദ്യത്തെ ബസ് വന്നു, KSRTC ആദ്യത്തെ ബസ് വന്നപ്പോൾ അച്ഛൻ അടുത്ത് കണ്ട ഒരു കമ്പൂന്നി ഒരു തരത്തിൽ എഴുന്നേറ്റ് ബസ്സിൻ്റെ മുമ്പിൽ നിന്നു. ബസ്സുകാർ കണ്ടു, അച്ഛനെ കണ്ടു. എല്ലാ ഡ്രൈവറും, അധികം യാത്രക്കാരില്ല, എല്ലാവരും ഇറങ്ങി. അച്ഛനിങ്ങനെ കൈ കാണിച്ചിട്ട് വണ്ടി മറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടെ ഇറങ്ങി ആ ഡ്രൈവറെ റോഡിൽ കയറ്റി അച്ഛനെയും ഡ്രൈവറെയും ഒരു ആശുപത്രി കൊണ്ട് പ്രവേശിപ്പിച്ചു. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ വടികൾ ഊന്നി നടക്കാമെന്നുള്ള സ്ഥിതിയായി. അച്ഛൻ നടന്ന് ICUവിൽ ഈ ഡ്രൈവറെ പ്രവേശിപ്പിച്ചിരിക്കുന്ന റൂമിൽ ചെന്നു. അച്ഛൻ അടുത്തൊരു കസേര ഇട്ടിരുന്നു. അച്ഛൻ ചോദിച്ചു, മോനെ കുഞ്ഞെ, എങ്ങനെടാ വണ്ടി മറിഞ്ഞത്? ചോദിച്ചു. അവൻ പറയാം, അച്ചോ വണ്ടി മറിഞ്ഞതല്ല അച്ചോ, ഞാൻ വണ്ടി മറിച്ചതാണ്. അച്ഛൻ എന്തോ നീ വണ്ടി മറിച്ചു, എന്താ ഈ പറയുന്നേ? അച്ഛാ ഞാൻ വണ്ടി മറിച്ചാ, എനിക്ക് നല്ല കൈവെള്ള പോലെ പരിചയമുള്ള റോഡാച്ചാ, പാല് വണ്ടിയാണ്. ഒരിടത്തുനിന്ന് പാല് കളക്ട് ചെയ്ത് അടുത്തടുത്തുനിന്ന് പാലെടുക്കാൻ വേണ്ടി വളരെ സ്പീഡ് വരികയാണ്, നല്ല പരിചയമുള്ള റോഡ്. അടുത്ത് വന്നപ്പോഴാണ് ആരെ റോഡിൽ കിടക്കുന്നത് കണ്ടത്. ലൈറ്റ് അടിച്ചപ്പോഴാണ് ഒരു അച്ഛനാണ്. ഞാൻ എത്ര ശ്രമിച്ചാലും അച്ഛൻ്റെ ദേഹത്ത് വണ്ടി കയറും. ഞാൻ കാണുന്ന ഒരു വൈദികൻ മരിക്കാൻ പാടില്ല, അനേകരുടെ നല്ല കാര്യം പറഞ്ഞു കൊടുക്കേണ്ട, കുർബാന ചൊല്ലിക്കൊടുക്കേണ്ട ഒരു വൈദികൻ ഞാൻ കാരണം മരിക്കാൻ പാടില്ല. പിന്നെ എനിക്ക് ഒന്നേ ചെയ്യാനൊക്കത്തുള്ളൂ, ഞാൻ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, ഞാൻ വലിയ ഗുണമില്ലാത്തവനാച്ചോ, ഞാൻ മരിച്ചുകൊണ്ട് ഒരു നഷ്ടവും സമൂഹത്തിനില്ലച്ചോ, ഞാൻ അറിഞ്ഞുകൊണ്ട് വണ്ടി മറിച്ചതാച്ചോ. അച്ഛൻ പറയാണ്, SNDP കാരൻ 27 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ആർക്കാ കൃപ? എന്താ കൃപ? അച്ഛൻ പറയണച്ചോ, ഞാൻ 23 വർഷമായി കുർബാന ചൊല്ലുന്നു, ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ അത്രയും വളർന്നിട്ടില്ല. കൃപ നിറഞ്ഞവരായി പാർക്കണം. നമ്മൾ ഒരുമാതിരി സ്വസ്നേഹികളാണ്, തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കൃപ ഒരുപാട് വിശദീകരിക്കാനുള്ള സമയം പോലെ ഞാൻ നിർത്തുകയാണ്. കൃപ നിറഞ്ഞവരായി പാർക്കണം. രണ്ടാമത്തെ വിശേഷണം എന്താണ്? സത്യം നിറഞ്ഞവനായി പാർത്ത്. പിന്നെ ഞാനൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത പദമാണ് ക്രിസ്ത്യാനികളോടല്ലേ. സത്യം പണ്ടൊക്കെ ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് വിളിച്ചിരുന്നേ? ഇപ്പോഴോ? ആരേ പറയുന്നത് സന്തോഷത്തോടെ? ഞാൻ എല്ലാ സഭയിലും പ്രസംഗിക്കാൻ പോകും. ഞാൻ എവിടെ പോയാലും ചോദിക്കും, നിങ്ങളെ എന്തോ വിളിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളെ അങ്ങനെ. അയ്യോ, എനിക്കെന്തൊരു സന്തോഷം. മർത്തമാക്കാർ മാത്രമല്ലല്ലോ, ക്രിസ്ത്യാനി എന്ന് പേരുണ്ടോ അവനെല്ലാം ഇങ്ങനെയാണ് വിളിക്കുന്നത്. എന്താ പറ്റി? നമ്മൾ വല്ലവരുടെയും വല്ലതും മോട്ടിച്ചോ? പിന്നെന്തിനാ അങ്ങനെ വിളിക്കുന്നേ? അതിൻ്റെ ഒരു വാക്യം വായിച്ചോട്ടെ. 1 യോഹന്നാൻ 4:20. 1 യോഹന്നാൻ 4:20. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും
തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. മതി. സ്ത്രീകൾക്ക് വായിക്കാൻ ഇഷ്ടമാണ്. പുല്ലിംഗത്തിൽ എഴുതിയതുകൊണ്ട് കൂടുതൽ കള്ളികളാണ്. ഈ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുകയും അമ്മായിയമ്മയെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾ കള്ളിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ. ഇപ്പം ഞാനൊരു പേപ്പർ പാസ് ചെയ്താൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ പേര് നിങ്ങൾ ആരുടെ പേര് എഴുതാൻ പോകുന്നത്? എൻ്റെ പേര് എഴുതുമില്ല. കാരണം ഞാനും നിങ്ങൾ തമ്മിൽ ബന്ധമില്ല. നിങ്ങളുടെ ഏറ്റവും അടുത്ത ശത്രു ആരാണ്? അതാ പ്രശ്നം. ഇത്രയും സഹോദര സ്നേഹം ഇല്ലാത്ത വർഗമുണ്ടോ? ഒരുപാട് കാര്യമൊക്കെ പറയും. കർത്താവ് എന്താ കാലമായില്ലയോ പ്രിയനെ, എന്താ വരാത്തെ? സഹോദര സ്നേഹമില്ലാത്ത, അതുകൊണ്ടാണ് നമ്മളെ അങ്ങനെ വിളിക്കുന്നത്. മാത്രമല്ല സത്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണ്? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മദ്യം വലിച്ചു കുടിക്കുന്ന ആരാണ്? ഈ വർഷം ആർക്ക്? എറണാകുളം ജില്ലയ്ക്കാന്ന് തോന്നുന്നു. നേരത്തെ കൊല്ലമായിരുന്നു പോയി. വലിച്ചാൻ കുടിച്ചോളുകയാണ്. റാന്നിയൊന്നും മോശമല്ല. ഏറ്റവും അധികം മദ്യം കുടിക്കുന്നത് നമ്മളാണ്. സ്വാതന്ത്ര്യമില്ല. മദ്യപിച്ച് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വരും. മധുവായ വരെ കയറും. ഇപ്പോൾ ഒരു തീരുമാനം വന്നു. ഈ പത്രത്തിൽ എഴുതി വെക്കണം. അത് വേണ്ടാന്ന് പറയുന്ന ആ നിയമം പത്രത്തിൽ എഴുതി വെക്കണം. ഞാൻ മദ്യപിക്കുകയില്ല. ഓരോ പള്ളി ചുമതലക്കാർ ഇങ്ങനെ എഴുതി വെക്കണം നിയമം. അത് അത് വേണ്ട. അത് നടക്കുന്ന കാര്യമല്ല. അത് ഞങ്ങളെ കൊണ്ട് പറ്റുകയല്ല. ആരാ? മാർത്തോമാസ് സഭ, തോമാശ്രീയുടെ മൂത്ത അനുദ്രയന്മാർ. മദ്യം, ആണും പെണ്ണും. നമ്മുടെ എത്ര കുട്ടികളാണ് തകരുന്നത്, എത്ര കുടുംബമാണ് തകരുന്നത്. മ്ലേച്ഛത. സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടോ? മദ്യപാനത്തിൽ നിന്ന്, രഹസ്യ പാപങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടോ? എൻ്റെ അനുഭവസാക്ഷ്യം പറയുമെന്നൊക്കെ പറഞ്ഞല്ലോ. എൻ്റെ എൻ്റെ വീട് ഇവിടെയാണ്. ഞങ്ങളുടെ വീട് കടമനിട്ടയാണ്. എൻ്റെ പിതാവിൻ്റെ വീട്. മിക്കവാറും പേർക്ക് അറിയാം, മർത്തമാക്കാർക്കൊക്കെ അറിയാം. കടമനിട്ട വഴിത്താനത്തെയാണ് എൻ്റെ പിതാവ് കൃഷ്ണപിള്ള. എൻ്റെ അമ്മച്ചി കീക്കഴൂർ, താനുവേലിൽ, മലമന്നത്ത്, മുണ്ടപ്പിലാക്ക്, ദേവകിയമ്മ. രണ്ടും നല്ല ഉയർന്ന നായർ തറവാടുകളാണ്. ഓർത്തഡോക്സ് നായർ ഫാമിലീസാണ്. ദൈവകൃപ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ചുറ്റുപാടിലൊക്കെയുള്ള വീടുകളാണ്. പക്ഷെ എൻ്റെ അമ്മച്ചി എന്ന നാമം ജപിക്കുന്ന നരകത്തീന്ന് എന്നെ കരകയറ്റിയിടണേ തിരുവയ്ക്കം വാഴ്ച. നിങ്ങൾക്കറിയാം അതൊക്കെ അല്ലേ? തിരുവയ്ക്കം വാഴ്ച വശമ്പോൾ എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളെങ്ങനെയല്ലോ പാടുമായിരിക്കും അങ്ങനെ നരകം. അപ്പോൾ എല്ലാവരും വിചാരിക്കും ദേവകിയമ്മയ്ക്ക് എന്നാ ഇത്ര നരകം? പണമുണ്ട്, പ്രതാപമുണ്ട്, ഭർത്താവുണ്ട്, പിള്ളേരുണ്ട്, എന്താ ഇത്ര നരകം? എൻ്റെ അമ്മച്ചിക്ക് അറിയത്തുള്ളൂ. എൻ്റെ പിതാവ് ഒരു അമിത മദ്യപാനിയായിരുന്നു. മദ്യപാനിയുടെ വീടാണ് ഈ ലോകത്തിലൊരു നരകം ഉണ്ടെങ്കിൽ അത്. ഈ ലോകത്തൊരു നരകം ഉണ്ടെങ്കിൽ അത് മദ്യപാനിയുടെ വീടാണ്. മദ്യപാനി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ചിലരുടെയൊക്കെ ഓർമ്മ വന്നില്ലേ? ജോറൂട്ടി, കോവാലൻ, തോമ്മ, പാക്കരൻ. കുടിച്ചേച്ച് വഴി കിടക്കുന്ന മാത്രമല്ല, ഈ ക്ലബ്ബിൽ പോയി കുടിക്കുന്നവനും, ബാറിൽ പോയി കുടിക്കുന്നവനും, ഓട്ടോക്കാരനെ വിട്ട് വാങ്ങിച്ചോ വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കുക, ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ബെവറേജിന് മുന്നിൽ പോയി വാങ്ങിച്ച് കുടിക്കുക, എല്ലാം കുടിയനാണ്. അവനെയൊക്കെ പിന്നെ നമ്മൾ പള്ളിയുടെ നേതാക്കന്മാരാക്കും, മറ്റവനെ ആക്കുകയല്ലെന്നേ ഉള്ളൂ. ഏത് നേതാവാണേലും ശരി കുടിയനാണ്. അവൻ്റെ വീട് നരകമാണ്. അതുകൊണ്ട് ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറാൻ അമ്മച്ചി നാമം ജപിച്ചത്. എൻ്റെ പിതാവും ആഗ്രഹിച്ചൊരു മോചനം ആഗ്രഹിക്കാത്ത കുടിയന്മാരില്ല. എല്ലാവരും ജനുവരി 1 അല്ലെങ്കിൽ ഡിസംബർ 31 മാനസാന്തരപ്പെടത്തില്ലേ? അച്ഛൻ പടിഞ്ഞാറോട്ട് കാസാഭിലാസം കൊണ്ട് തിരിച്ച് എന്തോരം നെഞ്ചത്തിരിങ്ങി ഇനിയും തൊട്ടേ ഭാര്യയുടെ തലയിൽ കൈവെക്കുന്നു, പിള്ളേരുടെ തലയിൽ ഇനിയും കുട്ടി നിർത്തി. ജനുവരി 5 താണ്ട കിടക്കുന്നു. എകയും ശങ്കരൻ കോക്കനട്ട്. എൻ്റെ പിതാവും ആഗ്രഹിച്ചൊരു മോചനം. 14 വർഷം ശബരിമലയിൽ പോയി. പാദഹരി പാപഹര എന്ന് പറഞ്ഞാൽ ചെരിപ്പിടാതെ അയ്യപ്പനെ തൊഴുതാൽ പാപം ഹരിക്കപ്പെട്ടവനായി മടങ്ങി വരാം. ശബരിമലയിൽ മാത്രമല്ല, ഭാരതത്തിലെ ഒട്ടുമിക്ക ഹൈന്ദവ ക്ഷേത്രങ്ങളിലും കഠിനമായ നോയമ്പ് നോറ്റുപോയി. ഞാൻ അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഹൈന്ദവ ക്ഷേത്രങ്ങളിലേ പോയിട്ടുള്ളൂ, നമ്മളെല്ലായിടത്തും പോന്നേ. മലയാളപ്പുഴ പൊങ്കാലയിടാൻ പോകുന്നവരില്ലേ? എന്നോടൊരു മർത്തോമാക്കാരി പറഞ്ഞു, അച്ഛാ അയ്യപ്പനോട് വരെ പ്രാർത്ഥിച്ച് നോക്കിയച്ചാന്ന്. ചിരിക്കണ്ട, നിങ്ങളൊക്കെ അതിനെ ഒന്നും മാറുന്നവരല്ല. എങ്ങനെയും പോയി ഇതെല്ലാം പുറകെ പോകുന്നവരാണ്. ശബരിമലയ്ക്ക് നെയ്ത്തേങ്ങായും നേരും, മലയാട് പള്ളിക്ക് വേദോത്സവം നേരും. ഈയിടെ പൊതിക്കെട്ട് മാറിപ്പോയി, അങ്ങനെ കണ്ടുപിടിച്ച്. അതും ചെയ്യും ഇതും ചെയ്യുന്ന ഒരു പ്രമാണം ഇല്ലാത്തവരാണ്. അതും ഇങ്ങനെ. പക്ഷെ എൻ്റെ പിതാവ് അങ്ങനെ കഠിനമായ നോയമ്പ് നോറ്റ് 14 വർഷം പാദഹരി പാപഹര. 14 വർഷം, 12 വർഷം കഴിഞ്ഞാൽ പിന്നെ പെരിയസ്വാമിയാണ്. അതായത് ഇരുമുടിക്കെട്ട് കെട്ടാനൊക്കെ നേതൃത്വം കൊടുക്കാം, ആളുകളെ നയിക്കാം. ആ സ്ഥിതിയിലെത്തിയാണ്. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ.
ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് നീതിമാന്മാരെ രക്ഷിക്കാൻ യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുവാൻ ദൈവങ്ങളുടെ മുൻപാകെ. എൻ്റെ പിതാവിൻ്റെ പേര് അപ്പൂപ്പനും അമ്മൂമ്മ ഇട്ടത് കൃഷ്ണപിള്ള എന്നാണേലും നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചത് കെ ഡി കൃഷ്ണപിള്ള എന്നാണ്. കെ ഡി എന്ന് പറഞ്ഞാൽ ഇനിഷ്യലല്ല കേട്ടോ, നിങ്ങൾ നോട്ടീസിലാക്കി തരുമ്പോൾ കെ ഡി ഇനിഷ്യലല്ല, സ്വഭാവം കൊണ്ട് വിളിച്ചതാണ്. അങ്ങനെ വിളിക്കുന്ന ഒരാൾക്ക് എന്താണ്? നീതിമാന്മാരെ തേടിയും ദൈവങ്ങളുടെ അടുത്ത് രക്ഷ. അദ്ദേഹം തിരിച്ചു വന്ന് ഈ നോമ്പ് നോറ്റതിൻ്റെ കേട് തീർത്ത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ നാശത്തിലോട്ട് പോയിക്കൊണ്ടിരുന്നു. ഏറ്റവും സങ്കടം, അദ്ദേഹത്തിന് ഇടത്തും വലത്തും നടന്ന് മദ്യപിച്ച 2 ക്രിസ്ത്യാനികളാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്, വാങ്ങിച്ചു കൊടുത്താൽ നോ പറയത്തില്ല, കുടിച്ച് സഹായിക്കും. ഒന്നൊരു മർത്തോമാക്കാരൻ, ഒന്ന് വേറെ സഭക്കാരൻ. ഒരു ദിവസം കുടിച്ച് വയറ് നിറഞ്ഞപ്പോൾ മർത്തോമാക്കാരൻ അച്ചായൻ പറഞ്ഞു, പിള്ളാച്ച നമുക്കിനി ഒരു യോഗത്തിന് പോകാം. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ് റാന്നി ഉദിമൂട് ഒലുമല കൺവെൻഷൻ. വലിയ കൺവെൻഷനാണ്, കൊച്ചുഞ്ഞുപദേശത്തെ കിഴക്കിൻ്റെ മാരാവണം എന്ന് പറയുന്ന പണ്ടത്തെ കൺവെൻഷൻ. തലയെക്കെട്ടും കെട്ടി കെ ഡി കൃഷ്ണപിള്ള, എളിയിൽ 2 കടാരി തിരികി, ഇടത്തും വരുന്ന ക്രിസ്ത്യാനി കൂട്ടുകാർ പന്തലിൽ കയറാ തെങ്ങേച്ചാരി നിന്നു. ആരാണ് പ്രസംഗിക്കുന്നത് അറിയത്തില്ല, പക്ഷെ വാക്യം ഓർമ്മയുണ്ട്. എൻ്റെ അപ്പച്ചന് കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നുള്ള വാക്യം ആസ്പദമാക്കി പ്രസംഗിച്ച ദൈവദാസൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ. പരിശുദ്ധാത്മാവ് ശക്തിയുടെയും ധൈര്യത്തിൻ്റെ ആത്മാവാണ്. പിന്നെ ആരെ പേടിക്കാനാണ്? ദൈവാത്മാവ് നിറഞ്ഞപ്പോൾ കാൽവരിയിൽ വെളിപ്പെട്ട മഹാസ്നേഹം, പാപിയെ തിരഞ്ഞു പിടിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച ദൈവദാസൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ. തലയെക്കെട്ടും കെട്ടി തെങ്ങേച്ചാരിക്കുന്ന കെ ഡി കൃഷ്ണയുടെ നെഞ്ചു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദരാ, യേശു നിന്നെയും സ്നേഹിക്കുന്നു. ദൈവാത്മാവിന് നിറവിലല്ലാതെ എൻ്റെ പിതാവിന് നേരെ വിരൽ ചൂണ്ടാൻ ആ വിരൽ കാണത്തില്ലെന്ന്. യേശു നിന്നെയും സ്നേഹിക്കുന്നു. നിൻ്റെ തകർന്ന ജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ചാൽ നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. യേശു നിന്നെ സ്നേഹിക്കുന്നു. സഹോദര എന്ന് വിളിച്ചപ്പോഴേ പകുതി മാനസാന്തരപ്പെട്ട് കാണും. യേശു നിന്നെ സ്നേഹിക്കുന്നു. സന്ധിമജകളെ തുളച്ചു കയറും ദൈവത്തിൻ്റെ വചനം. ഇത് കരിമ്പാറയും തകർക്കുവാൻ കേൾപ്പുള്ള ചുറ്റിയായ ദൈവത്തിൻ്റെ വചനം നിറച്ച് മദ്യപിച്ചിട്ടേക്കായിട്ട് പിതാവിനെ കീഴ്പ്പെടുത്തി. എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്ടായുസ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഒരു എടുത്തിയാട്ടം വെച്ചു കൊടുത്തു എൻ്റെ പിതാവ്. കടാരി 2 അന്ധകാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അന്ന് എല്ലാവരും പറഞ്ഞു കെ ഡി കൃഷ്ണയുടെ മാനസാന്തരം മുറ്റിയാൽ 3 മാസം. പക്ഷേ ഇപ്പോൾ 67 വർഷമായി. എൻ്റെ പ്രായമാണ് എൻ്റെ പിതാവിൻ്റെ മാനസാന്തരത്തിന്. ഞാനൊരു വിചിത്ര ജീവിയാണ്. ഞാൻ ഉരുവായപ്പോൾ എൻ്റെ മാതാപിതാക്കൾ നായന്മാരായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ അവർ ക്രിസ്ത്യാനിയായി. അങ്ങനെ നായരായി ഉരുവാകുകയും ക്രിസ്ത്യാനിയായി ജനിക്കുകയും ചെയ്ത മാർത്തോമാ സഭയിലെ എന്നാൽ ലോകത്തിലെ തന്നെ ഏക വൈദികനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പ്രാർത്ഥന എനിക്ക് കിട്ടിയതാണ്. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ഭവനമായി മാറി. അന്ധകാര ദൈവങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ചു. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ തലമുറയിൽ 5 പേരുണ്ട് മാർത്തോമാ സഭയിലെ സുവിശേഷ പ്രവർത്തകർ. ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ. ഞങ്ങളുടെ മൂത്ത മകൻ നമ്മുടെ മാർത്തോമാ സഭയിലെ അച്ഛനാണ്. എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ മകൻ നമ്മുടെ അച്ഛനാണ്. പിന്നെയും കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. എൻ്റെ വൈഫിൻ്റെ ആങ്ങളുടെ മകൻ അച്ഛനാണ്. സുവിശേഷ ധാരാളം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം ഞങ്ങളെ വിളിച്ചു. അതാണ് മോചനം, അതാണ് സ്വാതന്ത്ര്യം. യേശുവിനല്ല ലോകത്തൊരു ശക്തിക്കോ വ്യക്തിക്കോ ഈ ഒരു സ്വാതന്ത്ര്യം നൽകാൻ സാധിക്കത്തില്ല. എല്ലാവരും പറയും എല്ലാ നദിയും കടലിലോട്ടാണ്, നദിയൊക്കെ കടലിലോട്ട് പോകട്ടെ. അങ്ങനെ ലോകത്തിൽ നാം രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ല വേറൊരു നാമമില്ല ആകാശത്തിന് കീഴിൽ. അത് പ്രസംഗിക്കുക, വിശ്വസിക്കുകയും വേണം. എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നതല്ല. ഒരു ശരിയേ ഉള്ളൂ, അത് അറിഞ്ഞവരാണ് നമ്മൾ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കണം. ആ സ്വാതന്ത്ര്യം അനുഭവിക്കണം. അടിച്ച് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെച്ചു, അതിനൊക്കെ ഞാൻ വിവരിക്കുന്നില്ല. മാർത്തോമാ സഭയിലെ നമ്മുടെ കൊമ്പാടി ബൈബിൾ പഠിക്കാൻ വിട്ടു യൂഹാനൻ തിരുമേനി. പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ സുവിശേഷകനായി സുവിശേഷ പ്രസംഗ സംഘത്തിൽ നിയോഗിച്ചു. ബഹുമാനപ്പെട്ട അച്ഛനൊക്കെ സെക്രട്ടറിയാണ് സുവിശേഷ പ്രസംഗ സംഘം. അവിടെ നിയോഗിക്കാനുള്ള കാരണം സുവിശേഷ പ്രസംഗ സംഘത്തിലെ സുവിശേഷകർക്ക് മിഷൻ വീട് കിട്ടും. ഞാൻ വീടെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് മിഷൻ വീട് താമസിക്കാൻ വേണ്ടിയാണ് ആദ്യം നിയോഗിച്ചത് മലയാലപ്പുഴയിലാണ്. മലയാലപ്പുഴയിൽ മാർത്തോമാ സഭയ്ക്ക് ഒരു മിഷൻ ഫീൽഡ് ഉണ്ടായിരുന്നു, മിഷൻ വീടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു സുവിശേഷകനും പോകുകയില്ലായിരുന്നു. കാരണം അന്ന് ഇന്നും സുവിശേഷ പ്രവർത്തനം ഒരു സുഖമില്ലാത്ത ഏരിയയാണ് മലയാലപ്പുഴ. ഇപ്പം നമ്മുടെ നവജീവൻ കേന്ദ്രമൊക്കെ നടക്കുന്ന സ്ഥലത്ത് അടഞ്ഞു കിടക്കുന്ന മിഷൻ വീടാണ്. എൻ്റെ അപ്പച്ചനോട് തിരുമേനി ചോദിച്ചു, പിള്ളേച്ചൻ അങ്ങോട്ട് പോകാമോ, പിള്ളേക്ക് അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. കൃഷ്ണപിള്ളയ്ക്ക് മലയാലപ്പുഴ പോകാമെന്ന് പറഞ്ഞു. അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തി. ഒരിക്കൽ ഒരു ഞായറാഴ്ച രാവിലെ വടശ്ശേരിക്കലൊരു പള്ളിയിലേക്ക് വരികയാണ് അദ്ദേഹം. ഉദിമൂട്ടിലൂടെ നടന്നു വരികയാണ്. വടശ്ശേരിക്കരയ്ക്ക് പോകണം. വണ്ടിയൊന്നുമില്ല, വണ്ടി ഉണ്ടേ തന്നെ കാശില്ല. ഉദിമൂട്ടിലൂടെ നടന്നു വരുമ്പോൾ ഒരു വില്ലേജ് റോഡിൽ ഒരു പോലീസ് വണ്ടി കിടക്കുന്നു. കുറേ ആളുകൾ കൂടി നിൽക്കുന്നു. റോഡ് ബ്ലോക്കായിരിക്കുന്നു. നടന്നു പോകാൻ വയ്യ. എൻ്റെ പിതാവിൻ്റെ വേഷവിധാനം കണ്ടുകൊണ്ട് സബ് ഇൻസ്പെക്ടർ പറഞ്ഞു ക്രിസ്ത്യാനി ആയിരിക്കും. അദ്ദേഹം പറഞ്ഞു ഉപദേശി വഴി മാറിക്കുക, ഉപദേശി പള്ളിയിൽ പോട്ടെ എന്നുകൊണ്ട് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ സ്ഥലത്ത് അപ്പച്ചൻ നടന്നു നോക്കിയപ്പോൾ ഒരു മൃതശരീരം കിടക്കുന്നു. കുത്തേറ്റ് രക്തമണിഞ്ഞ് രക്തമൊഴി കിടക്കുന്ന ഒരു യുവാവിൻ്റെ മൃതശരീരം, തലേന്ന് മരിച്ചതാണ്, നീറ് പൊതിഞ്ഞ് കിടക്കുന്ന ഭീകര ദൃശ്യം. ഒന്നേ നോക്കിയുള്ളൂ. അവിടെ കിടക്കുന്ന പോലീസ് വണ്ടിയിൽ ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായിട്ടിരിക്കുന്നു. ആരാന്നറിയാമോ? എൻ്റെ അപ്പച്ചൻ്റെ
ഇടത്തും വലത്തും നടന്ന് മദ്യപിച്ചിരുന്ന 2 ക്രിസ്ത്യാനി കൂട്ടുകാർ. തലേന്ന് മദ്യപിച്ചിട്ട് ഒരാളെ കുത്തിക്കൊന്ന് ബോധമില്ലാതെ, ഒരാൾ മരിച്ചു കിടക്കുന്നു, ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായിട്ടിരിക്കുന്നു. അവരുടെ നേതാവാണ് KD കൃഷ്ണപിള്ള. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനല്ല, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ദേവാലയത്തിലേക്ക് പോകുന്നു. ലോകത്തിൽ യേശുവിനല്ലാതെ ഒരു ശക്തിക്കോ വ്യക്തിക്കോ ഇങ്ങനെ സ്വാതന്ത്ര്യം നൽകാൻ സാധിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം നൽകുന്നവനായി, കൃപ നിറഞ്ഞവരായി, സത്യം നിറഞ്ഞവരായ സമൂഹത്തിൽ പാർക്കണം. ഒന്നിൻ്റെയും അടിമത്തത്തിലല്ലാതെ, പാപത്തിൻ്റെ ബന്ധനത്തിൽ വിടുവിക്കപ്പെട്ടവരായി, രഹസ്യപാലന വിടുവിക്കപ്പെട്ടവരായി, സത്യത്തിൻ്റെ സാക്ഷികളായി നമ്മൾ ജീവിക്കണം. യേശുവിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മൾ ഈ ക്രിസ്തു സംഭവം നമ്മളിലൂടെ പുനരാവിഷ്കരിക്കപ്പെടണം. ആവിഷ്കരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത് നമ്മൾ മനുഷ്യരാകണം. 2 നമ്മൾ കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ സമൂഹത്തിൽ പാർക്കും. മൂന്നാമതൊരു ഭാഗം കൊണ്ടുണ്ടാവും വാക്യത്തിൽ എന്താണ്? ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഗ്ലോറിഫയിങ് പ്രോസസ്സ്, മഹത്വീകരണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. നമ്മൾ പറയല്ലോ, കർത്താവേ എന്നെ കാണുന്നവർ യേശുവിനെ കാണണം, എന്നെ കേൾക്കുന്നവർ വല്ലതും നടക്കുമോ? നമ്മളതൊക്കെ എന്തൊരു അവസരം നമുക്ക് കിട്ടിയിട്ട് യേശുവിനോട് ഒരാളോടെങ്കിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞോ? നമ്മുടെ ഒരു അപ്പച്ചൻ്റെ കടയിൽ ഒരു അപ്പച്ചൻ പറഞ്ഞു, എനിക്കിനി ഒരു താല്പര്യം കൂടെ ഉള്ളടാ. സാധനം എടുത്ത് കൊടുക്കുന്ന ചെറുക്കനോട് പറയാ, ക്രിസ്ത്യാനി അപ്പച്ചൻ, എനിക്കൊരാഗ്രഹം കൂടെ ഉള്ളടാ, സീനായി മലയുടെ മേലെ കയറി നിന്ന് 10 കൽപ്പനയാണ് വിളിച്ച് പറയണം. ബാക്കിയെല്ലാം പുള്ളി ഞാൻ നേടി. ഒരാഗ്രഹം കൂടെ, സീനായി മലയുടെ മലയെ കയറി 10 കൽപ്പന വിളിച്ച് പറയണം. ഞാൻ ചെറുക്കൻ എൻ്റെ അപ്പച്ച അത്രയും വിളിച്ച് 1-2 ജീവിതത്തിലൊന്ന് പ്രവർത്തിച്ച് കാണിക്കാൻ പറഞ്ഞു. ഇത്രയും കഷ്ടപ്പെടാതെ 1-2. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും. അത് മരണം കൊണ്ടാകട്ടെ, ജീവിതം കൊണ്ടാകട്ടെ, സുഖം കൊണ്ടാകട്ടെ, ദുഃഖം കൊണ്ടാകട്ടെ, ഏതനുഭവത്തിലൂടെ ആണേലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാകണം. എനിക്ക് വലിയ സന്തോഷമാണ്. പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഷാർജയിലായിരുന്നു. എന്നെ സ്വാഗതം ചെയ്ത ആൾ പറഞ്ഞു, അച്ഛനറിയാമോ ഇല്ലെന്നറിയത്തില്ല, ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് അച്ഛൻ്റെ ഒരു വചനം കേട്ടു. എനിക്ക് വലിയ സ്തോത്രം, സന്തോഷം തോന്നി. എന്തൊരു സന്തോഷമാണ്. അങ്ങനെ എത്രയോ ഇടത്ത് വെച്ച് ആൾ സാക്ഷ്യം പറഞ്ഞേക്കാം. ദൈവത്തിന് സ്തോത്രം. അതിൽ കൂടെ ഒരു വലിയ മഹത്വകരമായ പദവിയുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുന്നവരായിരിക്കും നമ്മൾ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് പിടിക്കപ്പെട്ട നാൾ മുതൽ യേശുവിന് വേണ്ടി സധൈര്യം പോരാടിയ ആളാണ് പൗലോസ്, അല്ലേ? വിശ്രമം എന്തെന്നറിയാതെ ഓടി നടന്നു. എവിടെയും വിളിച്ചു പറഞ്ഞു, ഈസൂസ് ക്രിസ്തുസ് കൂറിയോസ്, യേശു ക്രിസ്തു കർത്താവ്. സധൈര്യം വിളിച്ചു പറഞ്ഞു, എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു. പീഡകന്മാർ അദ്ദേഹത്തെ പിടിച്ചു, പൗലോസേ, നിനക്ക് വിദ്യാഭ്യാസത്താൽ ഭ്രാന്ത് പിടിച്ചിരിക്കാം, എന്നോ ഒരിക്കൽ ക്രൂശിക്കപ്പെട്ട ക്രിമിനലായ യേശു ദൈവമല്ല എന്ന് പറയാൻ നിന്നെ വെറുതെ വിടാം. ചരിത്രം പറയുന്നു, മിന്നുന്ന വാളിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൗലോസ് 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു, ഈസൂസ് ക്രിസ്തുസ് കൂറിയോസ്, യേശു ക്രിസ്തു കർത്താവ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. സധൈര്യം വിളിച്ചു പറഞ്ഞു. ആ പട്ടാളക്കാരൻ്റെ വാളൊന്ന് മിന്നി. പൗലോസിൻ്റെ തല അപ്പുറത്തോടൽ ഇപ്പുറത്തും കിടന്ന് പിടഞ്ഞു. ചരിത്രം അവിടെ തീരുന്നില്ല. ആ രക്തം പുരണ്ട വാൾ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ പട്ടാളക്കാരൻ വിളിച്ചു പറഞ്ഞു, ഈസൂസ് ക്രിസ്തുസ് കൂറിയോസ്, യേശു ക്രിസ്തു കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൊണ്ടാകട്ടെ, മരണം കൊണ്ടാകട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. കഴിഞ്ഞിടയ്ക്ക് 2017 തോന്നുന്നു, സർവ്വലോകം മുഴുവൻ വ്യാപിച്ച ഒരു വാട്സപ്പ് സന്ദേശം ഉണ്ടായിരുന്നു, പടം. 23 ഈജിപ്തിൽ നിന്ന് ക്രിസ്ത്യൻ യുവാക്കളെ വടക്കൻ യമനിൽ ISIS ഭീകരർ വെടിവെച്ച് കൊല്ലുന്ന ഭീകരമായ ദൃശ്യം വ്യാപിച്ചിരുന്നു. മുട്ട് നിർത്തി വെടിവെച്ച് കൊല്ലുക, കുഴിയിലോട്ടിടുക. 23 പേരെ. നിങ്ങൾക്കറിയാം, അത് 22 പേരെ ഉള്ളായിരുന്നു ക്രിസ്ത്യൻ യുവാക്കൾ. ഈജിപ്തിൽ നിന്ന് വന്ന കോപ്റ്റിക് യുവാക്കളാണ്. അവരാരും ഡോക്ടർമാരോ വലിയ ഉയർന്ന ജോലിക്കാരൊന്നുമല്ല, വെറും തൊഴിലാളികളായിട്ട് ഈജിപ്തിൽ നിന്ന് പട്ടിണി കൊണ്ട് വന്നതാണ് വടക്കൻ യമനിൽ വന്ന് ജോലി ചെയ്യുകയാണ്. 23 മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളാണ്. പിന്നെ പീഡകന്മാർ, നീ എന്തിനാ ചാകുന്നത്? നീ മാറി നിൽക്കുക. നീ എന്തിനാ ചാകുന്നേ? നീ മാറി നിൽക്കുക. ക്രിസ്ത്യാനികളെ കൊല്ലുന്നുള്ളൂ, നീ മാറി നിൽക്കുക. അവൻ പറഞ്ഞു, ഞാൻ ഇവരുടെ ദൈവമാണ് എൻ്റെ ദൈവം, ഞാൻ ഇവരുടെ കൂടെ മരിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ 4-5 വർഷത്തെ ജീവിതം കൊണ്ട് വെറും കഷ്ടപ്പെട്ട ജീവിതത്തിനിടയിലും യേശുവിനെ മഹത്വപ്പെടുത്തിയ ചെറുപ്പക്കാർ, ഇവരുടെ ദൈവമാണ് എൻ്റെ ദൈവം. അവനും വെടിയേറ്റ് മരിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി. 1, യഥാർത്ഥ മനുഷ്യരായിത്തീരുക, ദൈവത്വം നിറഞ്ഞ മനുഷ്യരായിത്തീരുക. കൃപയും സത്യവും നിറഞ്ഞവരായി സമൂഹത്തിൽ പാർക്കുക. ഏതനുഭവത്തിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുക. കാരണം ഇത് നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ചുമതലയാണ്. ചർച്ച് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ഇൻകാർണേഷൻ. തിരുവവതാരത്തിൻ്റെ തുടർച്ചയാണ് സഭ. ഇനി കർത്താവ് വരുന്നത് ഇങ്ങനെ ലോകത്തെ രക്ഷിക്കാനല്ല. ഇനി ന്യായാധിപതിയായി വേഗം വരുന്നു.
ആദ്യത്തെ വരവ് കൊണ്ട് രക്ഷിക്കപ്പെട്ടവരാണ് സഭ. നമ്മുടെ നിയോഗം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുങ്ങുക എന്നും ലോകത്തെ ഒരുക്കുക എന്നുള്ളതുമാണ്. അതിനിടയിലുള്ളവരാണ് നമ്മൾ. എങ്ങനെ ഒരുക്കാൻ സാധിക്കും? യഥാർത്ഥ മനുഷ്യരായി, കൃപയും സത്യവും നിറഞ്ഞവരായി, സമൂഹത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ദൈവം എൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കട്ടെ.